ഉസ്താദ് സിംസാറുൽ ഹഖ് ഉദവിയുടെ സൂറത്തുൽ കഹ്ഫ് തഫ്സീർ ക്ലാസ് 21-ാം ഭാഗം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. أما بعد أعوذ بالله أن يحضرون. اللهم صل على سيدنا محمد النبي الهادي الرحمة المهداة صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليك وسلم وبارك ما دامت السماوات والأرضون إلى أن يرث الله الأرض ومن عليها. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله. മനോഹരമായി വിജയിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ശഅബാനിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമളാനിന്റെ മുമ്പ് ഇനി ഒരു ക്ലാസ് കൂടിയൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടായിരിക്കുള്ളൂ. അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ് മിക്കവാറും അഹ്ലൻ റമളാൻ എന്ന ഒരു വിപുലമായൊരു പരിപാടിയായി റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കൂടെയാണ് നമ്മൾ തഫ്സീർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകളിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫിത്നത്തുൽ മാലിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്.
ഫിത്നത്തുൽ മാൽ അല്ലെങ്കിൽ ഫിത്നത്തുദ് ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമുണ്ടായിരുന്ന ഒരാളും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്ന അയാളുടെ കൂട്ടുകാരന്റെയും ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിവെച്ച ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ, സമ്പാദ്യവും മക്കളും സമ്പത്തുമെല്ലാം നിന്നെക്കാളും എനിക്ക് കൂടുതലാണ്, നീ എന്നെക്കാളും കുറവുള്ളവനാണ് എന്ന് എന്നെപ്പറ്റി നീ വിചാരിക്കുന്നുവോ? ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ തോട്ടത്തെക്കാളും നിന്റെ വരുമാനത്തെക്കാളും ഒക്കെ ഖൈറായത് എനിക്ക് തരാൻ അല്ലാഹു കഴിവുള്ളവനാണ്. എനിക്ക് അല്ലാഹു തരുന്നു എന്ന് മാത്രമല്ല, വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാ, നിന്റെ വരുമാനത്തിനുമേൽ അല്ലാഹുവിന്റെ അദാബ് വരികയും ഫതുസ്ബിഹ സഈദൻ സലഖ, ഉപയോഗശൂന്യമല്ലാത്ത രീതിയിൽ മരുഭൂ പോലെ നിന്റെ ഭൂമിയെ കൃഷിയിടത്തെ മാറ്റാനും അല്ലാഹുവിന് കഴിവുള്ളതാണ്. കച്ചവടമുണ്ട്, ലാഭമുണ്ട്, വരുമാനമുണ്ട്, ബിസിനസ്സുണ്ട്. പക്ഷേ ഒരു വരുമാനവും ബിസിനസ്സും ഇല്ലാത്ത രീതിയിൽ ആ കച്ചവട സ്ഥാപനത്തെ മാറ്റാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹുവിന് കഴിവുള്ളവനാണ്. വലിയ വലിയ കോടീശ്വരന്മാരായിരുന്ന ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് പാപ്പരാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനം വരികയാണെങ്കിൽ അല്ലാഹു തന്നത് എടുത്തുകൊണ്ടുപോകാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു ത്വലബ, അല്ലെങ്കിൽ അല്ലാഹു നിനക്ക് നൽകിയ വെള്ളം ഗൗറൻ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും ഫലൻ തസ്തതിഅ ലഹു ത്വലബ, അതന്വേഷിച്ചു ചെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം വെള്ളം ലഭ്യമല്ലാത്ത രീതിയിൽ നിന്റെ ഭൂപ്രകൃതിയെ മാറ്റാനും അല്ലാഹുവിന് കഴിവുള്ളതാണ്. ഇത് പറഞ്ഞു കൊടുക്കുകയും ആ പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു എന്നതാണ് അത്ഭുതം. അവന്റെ പഴവർഗ്ഗങ്ങൾ ആകമാനം അല്ലാഹുവിന്റെ ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു. അല്ലാഹുവിന്റെ ശിക്ഷ അതിലേക്ക് വന്നു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, രണ്ട് കൈകളും അവൻ കൈമലർത്താൻ തുടങ്ങി. അലാ മാ അൻഫഖ ഫീഹാ, അതിൽ ചെലവഴിച്ചത് ആലോചിച്ച്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അയാളുടെ മുന്തിരി വള്ളികളൊക്കെ അതിന്റെ പന്തലുകളിൽ ഉപയോഗശൂന്യമായി ദ്രവിച്ചു കിടക്കുകയാണ്. വയഖൂൽ, അയാൾക്കന്നേരം ഓർമ്മ വന്നു, യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഞാൻ എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിൽ അവിശ്വസിക്കാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾക്കന്നേരം ബോധ്യം വന്നു. വലം തകുല്ലഹു ഫിഅതുൻ യൻസുറൂന, അയാളെ സഹായിക്കാൻ ഒരു സംഘവും അവിടെ ഉണ്ടായില്ല. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ അദാബ് വരുമ്പോ അത് തടുക്കാൻ ആരെക്കൊണ്ടുമായില്ല. വമാ കാന മുൻതസിറ, അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് ഹുനാലിക്കൽ വലായതു ലില്ലാഹിൽ ഹഖ്, അതുകൊണ്ട് മനുഷ്യനറിയണം അധികാരം അല്ലാഹുവിനാണ്. അൽ വലായ ലില്ലാഹിൽ ഹഖ്, സത്യസന്ധമായ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമാണ്. നമ്മളൊക്കെ എങ്ങനെ അല്ലാഹു തന്നത് ഉപയോഗിക്കുന്നു എന്ന് നോക്കാൻ പടച്ചുവിടപ്പെട്ടവരാണ്. നമ്മളെ അല്ലാഹു ഏൽപ്പിച്ചു, നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കലാണ് അല്ലാഹുവിന്റെ ഡ്യൂട്ടി. അല്ലാഹു അതാണ് ചെയ്യുന്നത്, അല്ലാഹു അതാണ് നോക്കുന്നത്. ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബാ, അല്ലാഹുവാണ് ഏറ്റവും നല്ല പ്രതിഫലവും ഏറ്റവും നല്ല ലക്ഷ്യസ്ഥാനവും ഒരുക്കി തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു നല്ല ചിന്തയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും കൂടുതൽ തത്ഹീറുൽ ഖുലൂബ്, ഹൃദയം ശുദ്ധമാക്കുക എന്ന വശമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഹൃദയശുദ്ധിയെ സംബന്ധിച്ചാണ്. ഇപ്പൊ നിസ്കാരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നോമ്പിനെ സംബന്ധിച്ചോ സകാത്തിനെ സംബന്ധിച്ചോ ഹജ്ജിനെ കുറിച്ചോ ഇസ്ലാമിന്റെ അർക്കാനുകളാണിതൊക്കെ. പക്ഷെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ തരുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിശദീകരണം തരാം. നേരെ മറിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ അള്ളാഹു വളരെ ദീർഘമായ ആയത്തുകളിൽ ചർച്ച ചെയ്യും. അവിശ്വാസത്തെ സംബന്ധിച്ച്, അവിശ്വാസത്തിന്റെ അപകടങ്ങളെക്കുറിച്ച്, മുഅ്മിനാവേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്,
മനുഷ്യന് അഹങ്കാരം ഉണ്ടാവരുത് എന്ന് പറഞ്ഞു തരാൻ, സൽ സ്വഭാവം ഉണ്ടാവണം എന്ന് അറിയിച്ചു തരാൻ, അംബിയാഇന്റെയും മറ്റു സമൂഹങ്ങളുടെയും അനുഭവങ്ങളിൽ മനുഷ്യൻ ക്ഷമ പരിശീലിക്കേണ്ടവനാണെന്ന് പറഞ്ഞു തരാൻ, അള്ളാഹുവിന്റെ ഇടപെടലുകൾ ജീവിതത്തിലുണ്ട് എന്നറിയിച്ചു തരാൻ ഒരുപാട് ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ഒരുപാട് ആയത്തുകളാണ്, ഒരുപിടി ആയത്തുകൾ. ഇവിടെ തന്നെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഹൃദയത്തിൽ വരുന്ന ഒരു വളരെ വളരെ സറ്റിൽ, നമുക്ക് കൃത്യമായും നോക്കി പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറിപ്പറ്റുന്ന ഒരു അസുഖമാണ് അള്ളാഹു ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇത്രയും കൂടുതൽ ആയത്ത് അള്ളാഹു ഇറക്കിയത്. നിസ്കാരം 5 വക്താണെന്ന് പറയാൻ ഹംസ് എന്നൊരു വാക്ക് അള്ളാഹു പ്രയോഗിച്ചിരുന്നെങ്കിൽ വഴിതെറ്റിപ്പോയ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ വഴി കാണാമായിരുന്നു എന്നൊക്കെ ഉലമാ പറയും. പക്ഷെ അതുപോലും മാറ്റിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സ്വഭാവ ശുദ്ധീകരണമാണ്. കാരണം അമലുകളും ഇബാദത്തും ഉണ്ടായതിൽ പിന്നെ മനുഷ്യന് സ്വഭാവമില്ലെങ്കിൽ എന്താണ് ഗുണം? അദ്ദീനു അൽ അഖ്ലാഖ്. ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ ഗുണമാണ്. മനുഷ്യന് പഠിക്കാൻ പ്രയാസമല്ല, ഇൽമുണ്ടാവാൻ പ്രയാസമല്ല, നിസ്കരിക്കാനും സ്വലാത്തൊല്ലാനും ദിക്റല്ലാനും അതൊന്നുമല്ല വിഷയം. അത് അപ്രധാന്യമാണ് എന്നല്ല പറയുന്നത്. അതോടൊപ്പം ഒരു മനുഷ്യന് അനിവാര്യമായും ഉണ്ടാവേണ്ട ചില ഗുണങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല മൂല്യങ്ങൾ. ഒരു വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഏറ്റവും നല്ല മൂല്യങ്ങളും സ്വഭാവ ഗുണങ്ങളും ദീനിലൂടെ നമുക്ക് ലഭിക്കണം. എന്നല്ലാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നൊരു കേസ് നമുക്കറിയാം. ഒരു അയൽവാസിയായ ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചില്ലേ സ്വഹാബികൾ, തസൂമുൽ ലൈല വതസൂമുൻ നഹാർ വതതസദ്ദഖ്. നല്ലോണം സ്വതക്ക ചെയ്യുന്ന പെണ്ണാണ്, രാത്രി നിന്ന് നിസ്കരിക്കുന്നവളാണ്, പകൽ നോമ്പെടുക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ, ഒരുപാട് ഒരുപാട് നന്മകൾ. കൈത വകൈത. പക്ഷേ വലകിന്നഹ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ. നാവുകൊണ്ട് സ്വന്തം അയൽവാസികളെ വേദനിപ്പിക്കുന്ന പെണ്ണാണ്. നിസ്കാരമുണ്ട്, എമ്പാടുമുണ്ട്. ഫർള് മാത്രമല്ല, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമുണ്ട്. റമളാനിലെ നോമ്പ് മാത്രമല്ല, സുന്നത്ത് നോമ്പുണ്ട്. സകാത്തിനെ കുറിച്ചല്ല, സ്വതക്കയും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പറഞ്ഞു നിസ്കാരവും ഖുർആനോത്തും അവരുടെ നന്മകളൊക്കെ. പക്ഷേ അഖ്ലാഖ്, സ്വഭാവമില്ലായിരുന്നു. അയൽവാസികളെ നാവുകൊണ്ട് വേദനിപ്പിക്കുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മറുപടി എന്താണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിയ ഫിന്നാർ. അവൾ നരകത്തിലാണ്, അവൾ നരകത്തിലാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സ്വല്ലല്ലാഹു ഹിയ ഫിന്നാർ. അതുകൊണ്ടാണ് ഇബാദത്തിനോളം തന്നെ പ്രാധാന്യമാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഉലമാ അദ്ദീനു അൽ അഖ്ലാഖ്, ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളാണ്. സ്വഭാവം നന്നായില്ലെങ്കിൽ പിന്നെ എന്താ ഇതുകൊണ്ട് കാര്യം? സ്വഭാവ ഗുണം നന്നാക്കുമ്പോഴാണ് നമ്മൾ തസ്കിയത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ തർബിയത്ത് കിട്ടി എന്നൊക്കെ പറയുന്നത്. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا. سورة الأعراف. മുക്കമ്മർ ഫൈസിസ്താദാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് നമ്മുടെ ദീനി പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ്. അള്ളാഹു ആയുസ്സും ആഫിയത്തും ബറക്കത്തും തഖ്വയും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق. അള്ളാഹുവിന്റെ ഭൂമിയിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ അവരെ വഴിതെറ്റിക്കും. അള്ളാഹുവിന്റെ ഭൂമിയിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവർ, അവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ അവരെ വഴിതെറ്റിക്കും. അള്ളാഹു പറയാം, സഅസ്രിഫു അൻ ആയാതി. അള്ളാഹുവിന്റെ മഖാമും അള്ളാഹുവിന്റെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല. അഹങ്കരിക്കുന്ന ആളുകളെ അള്ളാഹു വഴിതെറ്റിച്ചു വിടും എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെ ഫിത്നത്തുൽ മാലിനെ കുറിച്ചുള്ള ഈ ചർച്ചയിൽ 2 സഹോദരന്മാരുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ വന്നത് ഇഅ്ജാബാണ്. ഒരു മനുഷ്യന് താൻ മറ്റൊരാളിനേക്കാളും ഏറ്റവും വലിയവനാണെന്ന തോന്നൽ, അല്ലെങ്കിൽ അയാളെക്കാളും ഞാൻ മുന്തിയവനാണ് എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ അവൻ എന്നെക്കാളും താഴ്ന്നവനാണെന്ന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ
അസുഖമാണ് അള്ളാഹു ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ഉലമാ അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഇൻഹിറാഫുൽ മുറബ്ബി എന്നാണ് പറയാ. ഒരു മുറബ്ബിയായ നമ്മൾ ആരിൽ നിന്ന് സ്വഭാവ ഗുണങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടോ, നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ ഉസ്താദ്, അല്ലെ നമ്മൾ നേതാവ് എന്ന് പറയുന്ന ആൾ, ഇൻഹിറാഫുൽ മുറബ്ബി, ആ നേതാവിന് ഒരു ഇൻഹിറാഫ് സംഭവിച്ചാൽ, അയാൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ആരിൽ നിന്ന് പഠിച്ചെടുക്കുന്നുവോ ആ ഉസ്താദിന്റെ ഗുണഗണങ്ങൾ നല്ലതല്ലാതെ മാറിക്കഴിഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരിൽ നിന്ന് അവരെ ഫോളോ ചെയ്യുന്ന ആളുകളുടെയും സ്വഭാവങ്ങളിൽ ഈ ഡീവിയേഷൻ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഉലമാ പറയാൻ നമ്മൾ ആരിൽ നിന്നാണ് ഇൽമ പഠിക്കേണ്ടത് എന്ന് വലിയൊരു വിഷയമാണ്. ഫല്യൻദുർ അഹദുക്കും അമ്മൻ യഖുദു ദീനഹു, ആരിൽ നിന്ന് ഇൽമ പഠിക്കണം. ഇൽമ പറയാനും പറഞ്ഞുതരാനും പഠിപ്പിക്കാനും ദർസ് നടത്താനൊക്കെ ഒരുപാട് ആളുകൾ കിട്ടും. പക്ഷേ അവരുടെ ദീൻ എന്താണ്, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബികളും കാണിച്ചു തന്ന ആ ഒരു മാതൃകയിൽ ജീവിക്കുന്നവരാണോ എന്റെ ഉസ്താദ്, എന്നാൽ അഹ്ലൻ വസഹ്ലൻ, അത് നല്ലതാണ്. നമ്മുടെ മുറബ്ബി, നമുക്ക് ആരാണോ തർബിയത്ത് ചെയ്തു തരേണ്ടത്, അയാൾ മോശമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ശിഷ്യഗണങ്ങൾ മോശക്കാരാവും. അതാണ് അഹങ്കാരത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യരിൽ കാണപ്പെടാനുണ്ടായ ഒരു കാരണം അതാണെന്ന് ഉലമാ പറയും. ഇൻഹിറാഫുൽ മുറബ്ബി. രണ്ടാമത്തേത് സുഹ്ബത്തുൽ മുഅ്ജബീൻ, ഇഅ്ജാബുള്ള ആളുകളുടെ കൂടെ നടക്കുക. ഇഅ്ജാബ് എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങുന്ന ആളുകൾ എന്നാണ്. സ്വയം സ്വന്തത്തെക്കുറിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഒരാൾ സ്വന്തത്തെ സംബന്ധിച്ച് ഞാൻ എവിടെയോ ആണ് എന്നൊക്കെ ഒരാൾ സ്വയം അങ്ങനെ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. അത്തരം ആളുകളുടെ കൂടെ ഇങ്ങനെ നടന്നാൽ ആ സ്വഭാവം ഇയാളിലേക്കും വരും. അപ്പൊ നമ്മുടെ കൂട്ടുകാർ അത്തരം സ്വഭാവങ്ങളുള്ളവരാവരുത്. ഒരു കാരണം അതാണ്. മൂന്നാമത്തേത് സ്വദാറത്തു ഖബ്ല നുദൂജ്, പക്വത ആകുന്നതിന്റെ മുമ്പേ നേതൃസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇഅ്ജാബിന്റെ അസുഖം വരും. ഇഅ്ജാബ് എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രൈഡ്. സ്വയം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, വലിയ ആളാണെന്ന തോന്നലോട് ജീവിക്കുക. അതിനാണ് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുതരമായ അപകടമെന്ന് പറഞ്ഞ സ്വഭാവം അതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവാൻ പാടുള്ളതല്ല. അസ്വദാറത്തു ഖബ്ല നുദൂജ്, അതായത് ഒരാളെ പെട്ടെന്ന് നേതാവായി അവരോധിച്ചു, പക്ഷെ ആ നേതൃത്വത്തിലേക്ക് വരാൻ മാത്രമുള്ള ഇൽമിയായ പക്വത അയാൾക്കുണ്ടായിരുന്നോ അത് നോക്കിയിട്ടില്ല. അയാൾ അതിന് യോഗ്യതയുള്ള ആളാണോ, അത്രമാത്രം പഠിച്ചിട്ടുണ്ടോ, ഇല്ല. വളരെ പെട്ടെന്ന് നേതൃസ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ വരുമ്പോ സ്വയം അയാൾക്ക് തോന്നി തുടങ്ങും, ഞാൻ തിരക്കേടില്ലല്ലോ. ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഉലമാ പറയുന്നു അതിന് മറ്റൊരു കാരണം അറാഖത്തുൽ അസ്ലി വൻ നസബ്, ചില ആളുകളുടെ കുടുംബ മഹിമ. ചില തറവാട്ടിൽ ജനിച്ച ആളാണ് എന്നാ പിന്നെ അയാളായിക്കോട്ടെ നമ്മുടെ നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്, അയാളുടെ വാപ്പ ഇങ്ങനെയൊക്കെ ഒരു വലിയ മഹാനായിരുന്നു എന്നാ പിന്നെ മോനായിക്കോട്ടെ വാപ്പയുടെ കാലശേഷം. ഈ മകന് സ്വഭാവ ഗുണങ്ങളുണ്ടോ എന്നതല്ല വിഷയം. ഇന്നൊരു നേതാവിന്റെ മോനായതുകൊണ്ട് എന്ത് തെറ്റുകളും നമുക്ക് സാരല്ല, അത് അദ്ദേഹത്തിന്റെ മോനല്ലേ, ആ തറവാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് തെറ്റുകൾ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ വന്നാൽ ഈ മനുഷ്യന് ഞാൻ ആരോ ആണെന്ന് തോന്നൽ വരും. അത് അതിന്റെ ഒരു കാരണമായി ഉലമാ പറയാൻ. ഏതായിരുന്നാലും ഇതിന് പരിഹാരമുണ്ട്. 12 പരിഹാരങ്ങൾ ഉലമാ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വഴിയിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ വലിയ അപകടമെന്ന് പറഞ്ഞ് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ സ്വയം ആരോ ആണെന്ന ഈ തോന്നൽ എങ്ങനെ ഇല്ലാതെയാക്കാം? 12 മാർഗങ്ങൾ അവിടെ പറഞ്ഞത്. 12 മാർഗങ്ങൾ. ഒന്ന്, അൽ ഇൽമു വൽ യഖീൻ ബിഅന്നൽ മിന്നത ലില്ലാഹി അസ്സ വജൽ. മനുഷ്യന് എന്ത് സ്ഥാനമോ മഹിമയോ ഗുണമോ നന്മയോ സമ്പത്തോ ദുനിയാവോ എന്ത് അല്ലാഹു തആല നൽകിയാലും ഇതൊക്കെ തന്നത് അല്ലാഹുവാണെന്ന് മറന്നുപോകരുത്. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എടുത്തുകൊണ്ടുപോകാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹുവിന് നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിവുണ്ടായിരുന്ന ഒരാളെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റാൻ കഴിയും. മിന്നത്ത് അല്ലാഹുവിനാണ്. അല്ലാഹുവാണ് തരുന്നത്, അത് എടുത്തുകൊണ്ടുപോവാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. നന്ദി ചെയ്യുകയാണെങ്കിൽ. ലഇൻ ശകർതും, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു, അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു,
ഇതിന് അള്ളാഹുവിന് നന്ദി ചെയ്തു. അള്ളാഹു നമുക്ക് ജോലി തന്നു, അള്ളാഹുവിനോട് ഹംദ് ചൊല്ലി അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് കുടുംബം തന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നല്ലൊരു ഉലമാഇന്റെ നേതൃത്വം നൽകി, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല ഒരു സാഹചര്യത്തിൽ ചെന്നിരിക്കാൻ അവസരം നൽകി, അൽഹംദുലില്ലാഹ്. നിഅമത്തിനെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ നന്മക്കുമേൽ നന്മ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നന്ദികേട് ചെയ്യുകയാണെങ്കിൽ എന്റെ ശിക്ഷ ഭയങ്കരമാണ്, അതികഠിനമാണ് എന്ന് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അഹങ്കരിക്കാൻ കഴിയില്ല. എനിക്ക് എന്ത് അല്ലാഹു തന്നുവോ അത് അല്ലാഹു തീരുമാനിച്ചതാണ്. അത് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. നമ്മളായിട്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. ഇത് ഖൽബിൽ ഒരു മനുഷ്യന് ഉൾക്കൊള്ളൽ അഹങ്കാരത്തിന്റെ ചികിത്സയായി ഉലമാ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തേത് ദവാമു ഹുദൂരി മജാലിസിൽ ഇൽമി തിൽമീദ, ഇൽമിന്റെ മജ്ലിസുകളിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ചെന്നിരിക്കുക. ഇൽമിന്റെ മജ്ലിസുകളിൽ പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായിട്ട് ചെന്നിരിക്കുക. ഒരുപക്ഷെ ഒരുപാട് ഇൽമുള്ള വലിയ വലിയ ആലിമീങ്ങൾ, അവരെക്കാളും എത്രയോ താഴെയുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന വല്ല ദർസോ വല്ല ക്ലാസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ആ ആലിമീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽപ്പെട്ട ആളുകളാണ്. കാരണം ഇത് വലിയൊരു അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ഒരു മനുഷ്യൻ ഇച്ചിരി പഠിക്കുമ്പോഴേക്കും ഞാൻ ഒരുപാട് പഠിച്ചിനി ഒന്നും, നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് കേൾക്കേണ്ടവരാണ്. തിൽമീദായിട്ട് പോയിരിക്കുക, ഇൽമിന്റെ മജ്ലിസിൽ പോയിരിക്കുക. അതിന് വേറെയും ഒരു മഹത്വമുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അസ്ഹാബുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജഅലനല്ലാഹു മിൻ അഹ്ലിഹ, അല്ലാഹു നമ്മെ ആ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ കടന്നാൽ അവര് പറയും, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുപാട് കൂട്ടുകാർ സ്വർഗത്തിൽ ഇല്ലല്ലോ, അവരില്ലാതെ ലാ നൻഅമു ഫീഹ, അവരില്ലാതെ എന്ത് സുഖമാ പടച്ചോനെ സ്വർഗത്തിൽ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ നരകത്തിലേക്ക് പോയില്ലേ, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്കൊരു രസം ഇവിടെ ഇല്ല, അവരൊക്കെ പോയില്ലേ, ഞങ്ങൾ മാത്രമായിട്ട് എന്താണ് കാര്യം. അല്ലാഹു തആല അവർക്ക് ശഫാഅത്തിന് അവകാശം കൊടുക്കുന്നതാണ്. ശഫാഅത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയി നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ മോചിപ്പിച്ചു കൊണ്ടുവന്നോളൂ. ആരെ രക്ഷപ്പെടുത്തണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരെ രക്ഷപ്പെടുത്താം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? വല്ലദീ ജലസ മഅകും ഫീ മജ്ലിസി ഇൽമിൻ വലൗ സഅഅൻ, ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു ഇൽമിന്റെ സദസ്സിൽ കൂടെയിരുന്ന ആളുകളുണ്ടെങ്കിൽ അവരവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം എന്ന് സ്വർഗവാസികൾക്ക് അല്ലാഹു അധികാരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മണിക്കൂറെങ്കിലും സ്ഥിരം വരുന്നവരാണെങ്കിലോ മാഷാ അല്ലാഹ്. സ്ഥിരം വന്നിട്ടില്ല, ഏതോ ഒരു കാലത്ത് ഒരിക്കലും മണിക്കൂർ ദുബൈയിൽ നിന്ന് വന്നതായിരുന്നു, അല്ലെങ്കിൽ അല്ലയിന്ന് വന്നതായിരുന്നു, എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ദർസ് നടക്കുന്നു, ഒരു ക്ലാസ് നടക്കുന്നു, ഒരു എളിമിന്റെ മജ്ലിസോടെ കൂടി പോയിരിക്കാം. അങ്ങനെ പരിചയപ്പെട്ട ഒരു മണിക്കൂറേ ഉള്ളൂ, മതി. അങ്ങനത്തെവർക്ക് പോലും അരമണിക്കൂറിന് കിട്ടൂല എന്നാ തോന്നുന്നത്. ഒരു മണിക്കൂർ ഏകദേശ കണക്ക് എന്ന് പറഞ്ഞ ഒരു അല്പനേരം നമ്മൾ കൂടെ ഇരിക്കണമെന്നാണ്. ആ ഒരു എൽമിയായ ബന്ധം, ഒരു സദസ്സിൽ പോയിരുന്ന ബന്ധമുണ്ടോ, നിങ്ങൾക്ക് അവരൊക്കെ മോചിപ്പിക്കാൻ കഴിയും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹു അങ്ങനെ ഒരു ബന്ധമാക്കി നമ്മുടെ ഈ ബന്ധം അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ബന്ധമാണ്. പല നാട്ടുകാരും പല രാജ്യക്കാരും പല ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെയാണ്. നിങ്ങൾ പരസ്പരം അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടാറില്ലേ? ഇല്ലേ? തൊട്ടപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ പേരറിഞ്ഞുള്ള കൈമുക്കിയാട്ടെ. റൈറ്റിലും ലെഫ്റ്റിലുള്ള പേരറിയും. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളോടെയും ചോദിക്കണില്ല. അവിടെ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് ഒരാളെ കൈമുക്കുണ്ട്. ഇപ്പത്തെ റൈറ്റിലെ ആളില്ല, ലെഫ്റ്റിലേ ഉള്ളൂ അല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ് കുട്ടികളെ കൈമുക്കുണ്ട്. അപ്പൊ മിനിമം പരിചയപ്പെട്ട് വെക്കുക. ഈ പരിചയപ്പെടലൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതാണ്. നമ്മൾ മരിച്ചുപോയ എല്ലാം മറന്നുപോലും, അങ്ങനെയല്ല. മാഷ്റയിലേക്ക് വരുമ്പോൾ ദുന്യാവിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് സുഹൃബന്ധം ഓർമ്മ വരുന്നത്. അപ്പോ ഹുദൂറുൽ മജ്ലിസിൽ ഇൽം, ഇൽമിന്റെ മജ്ലിസിൽ പോയി ഇരിക്കുന്നത് ഒരു മനുഷ്യന് അഹങ്കാരമില്ലാതിരിക്കാൻ നല്ലതാണ്, ഇഅ്ജാബുൻ നഫ്സ് ഇല്ലാതിരിക്കാൻ നല്ലതാണ്. ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിക്കാൻ വേണ്ടി ചെന്നിരിക്കുക. പഠിക്കാൻ ഇൽമിന്റെ മജ്ലിസിൽ വരുന്ന പല ഉദ്ദേശങ്ങളുണ്ടാവും. വെറുതെ വന്നിട്ട് ക്ലിപ്പ് ഉണ്ടാക്കാൻ വരുന്നവരുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഫിത്ന ഉണ്ടാക്കാൻ വരുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവരും പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു 1-2 വളവന്മാരെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. തിൽമീദൻ, ഇൽമ പഠിക്കാൻ വേണ്ടി വരിക.
നിരൂപണത്തിന് വേണ്ടിയല്ല. ഇൽമ നല്ല കാര്യമാണോ പറയുന്നത് എന്നാ സ്വീകരിക്കുക. പറയുന്ന വിഷയങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് കാരണമാണ്, എന്തുകൊണ്ട്, എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൽമ പഠിക്കുക. അപ്പോഴാണ് തലമ്മത നമ്മൾ ഇൽമ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഇൽമ സ്വീകരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് മാഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ പ്രഗത്ഭരായ രണ്ട് മഹാനായ ശംസുൽ ഉലമയുടെ കൂടെ ഒരുപാട് കാലം ശംസുൽ ഉലമയുടെ ഒരു നേര് പോലെ ജീവിതകാലത്ത് മഹാനവറുകളുടെ ഖാദിമായി വലിയ ഭാഗ്യം കിട്ടിയ മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുട്ടിയസന്താരി ഉസ്താദ് അവറുകൾ. ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ ജാമിയ യമാനിയ എന്ന് പറയുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ് ശംസുൽ ഉലമ അവറുകൾ. വീട് തുടങ്ങിയത് ശേഖര പറഞ്ഞിട്ടല്ലേ, വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഉസ്താദിന്റെ വീട്ടിൽ അവിടെ വരാറുണ്ട്. ഒരുപാട് കാലം ഉസ്താദിൽ നിന്ന് ദർസ് പഠിച്ചു. നമ്മുടെ നന്ദി ദാറുസ്സലാമിൽ അവിടെ ഉസ്താദിന്റെ അടുത്ത് തന്നെ പഠിച്ചു. ഉസ്താദിന്റെ കൂടെ തന്നെ നേലുപോലെ എപ്പോഴും യാത്രയിലും അല്ലാത്തപ്പോഴും ഒരുപാട് ശംസുൽ ഉലമയുടെ കറാമത്തുകളും അത്ഭുതങ്ങളും ഒക്കെ നേരിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ. ഏതായിരുന്നാലും നമുക്ക് ഈ സദസ്സിലേക്ക് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമായിട്ട് കാണാൻ അല്ലാഹു തആല നമ്മുടെ ദുആഇന് ഉത്തരമുള്ള സദസ്സാക്കി അല്ലാഹു നമ്മുടെ സദസ്സിനെ മാറ്റി തരട്ടെ. ആമീൻ. ഇത്ര സജ്ജനങ്ങളായ ആളുകൾ നമ്മങ്ങോട്ട് കിട്ടുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. അപ്പോ ദവാമു ഹുദൂറു മജാലിസിൽ ഇൽമി തിൽമീദൻ, കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് ചികിത്സ നമുക്ക് ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു അനിവാര്യമായ ചികിത്സ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പോയിരിക്കലാണ്. മൂന്നാമത്തേത് ഖിദ്മത്തു മൻഹും ദൂനക മർതബതൻ വഇൽമൻ വഖദറഹ്, നിങ്ങളെക്കാളും ഇൽമിലും സ്ഥാനത്തിലും മഹത്വത്തിലും താഴെയുള്ള ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക. എങ്ങനെ? മിസ്കീനുൻ ബൈന വഹറാനൈ മസാകീൻ, മിസ്കീന്മാരുടെ ഇടയിൽ ഞാനൊരു മിസ്കീനാണ്. ആ അവസ്ഥയിൽ നമ്മുടെ പൊസിഷനിലേക്കാളും താഴെയുള്ള ആളുകളുടെ കൂടെ ചെന്നിരുന്ന് അവരോടൊപ്പം ഇടപഴകി അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കുറേയേറെ ഞാൻ ഏതോ വലിയ ആളാണെന്നുള്ള തോന്നൽ ഇല്ലാതെയാവുമെന്നാണ്. താഴെ മുത്തവല്ലി ഷഅറാബി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ കഴിഞ്ഞുപോയി. അടുത്ത കാലത്ത് ഈജിപ്തുകാരനായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിച്ച പ്രഗത്ഭനായ മുഫസ്സിറും പണ്ഡിതനുമായിരുന്നു അല്ലാമ മുത്തവല്ലി ഷഅറാബി റഹ്മഹുല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മഹാനവറുകൾ അവരുടെ തഫ്സീറാണ് തഫ്സീർ അൽ ഖവാസിർ. ഏതായിരുന്നാലും അന്ന് അവരുടെ ദർസ് നടത്തുന്ന, എന്നും ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു പള്ളിയുണ്ട് ഈജിപ്തിലേക്ക്. തോന്നുന്നു മൻസൂറയിലാണെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും മഹാനവറുകളുടെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഇപ്പോഴും ഇവിടുത്തെ അബുദാബി ഷാർജ റേഡിയോ ഒക്കെ രാവിലെ ഒരു അരമണിക്കൂർ മുത്തവല്ലി ഷഅറാബിയുടെ തഫ്സീർ വിടാറുണ്ട്. അത് ഈജിപ്ഷ്യൻ ഡയലക്ട്, ഈജിപ്ഷ്യൻ നാടൻ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് അള്ളാഹുവിന്റെ ഇന്ന ആയത്തിന്റെ അരികത്താണ്. എന്ന് പറഞ്ഞ ആയത്ത് ഓതിട്ടാണ് ക്ലാസ് തുടങ്ങുക. ക്ലാസ് അവസാനിക്കുമ്പോൾ പറയും വഇലാ ലിഖാഇൻ ആഖറ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം എന്ന് പറയും. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിന്റെ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ആ വാക്ക് പറഞ്ഞില്ല എന്ന അത്ഭുതം. വഇലാ ലിഖാഇൻ ആഖറ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നൊരു ക്ലാസ്സിന് സമയം ഉണ്ടായില്ല. അങ്ങനെ മഹാനവർ വഫാത്തായത്. അപ്പൊ അവരുടെ ദർസിലേക്ക് കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോഴേ, കുറെ ആളുകൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പുകഴ്ത്തി പറഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഷെയ്ഖിനെ കാണാനില്ല, മുത്തവല്ലി ഷഅറാബി തങ്ങളെ കാണാനില്ല. നോക്കുമ്പോ ആ പള്ളിയുടെ മൂത്രപ്പുര പോയി ഇങ്ങനെ ക്ലീൻ ആക്കുകയായിരുന്നതാണ് മഹാനവറുകൾ. ഒന്നുമില്ല, ആൾക്കാരിങ്ങനെ പറയുമ്പോ ഒരു മനുഷ്യന്റെ മനുഷ്യനല്ലേ, കൽബിന്റെ ഉള്ളിൽ തരക്കേടില്ല, ഞാൻ ആരോ എന്തോ ആണെന്ന് തോന്നിപ്പോകുന്ന വലിയൊരു അപകടം. റബ്ബേ അങ്ങനെ വേണ്ട, ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് സ്വന്തം നഫ്സിനെ പഠിപ്പിക്കാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സ്വഹാബത്തിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ചർച്ചകൾ നമുക്ക് വരാനിരിക്കുകയാണ്. ഏതായിരുന്നാലും മഹാനവറുകൾ അങ്ങനെ ഒരു പണി ചെയ്തു എന്നാണ്. ആളുകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവർ മൂത്രപ്പുര ക്ലീനാക്കുകയാണ്. ആര്? ലോകപ്രസിദ്ധനായ ആലിം
സൗദി അറേബ്യയിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ വലിയ തലവനായി ഒരുപാട് കാലം മദീന യൂണിവേഴ്സിറ്റിയിലും റിയാദിലൊക്കെ ജോലി ചെയ്ത പണ്ഡിതനും കൂടിയാണ്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് വന്നു. ഒരുപാട് കാലം വിശുദ്ധ ഖുർആന്റെ തഫ്സീറിന് ഇത്രയും മനോഹാരിത. അപ്പൊ നമ്മുടെ ഉസ്താദുമാരൊക്കെ തഫ്സീർ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുത്തവല്ലി ഷാറാവിയുടെ ഖവാത്തിർ എന്ന് പറയുന്ന തഫ്സീറുണ്ട്. നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. altafsir.com കിട്ടും. തഫാസീർ ഹദീസ ആധുനിക തഫ്സീറുകൾ നോക്കിയാൽ മുത്തവല്ലി ഷാറാവിയുടെ ഖവാത്തിർ കിട്ടും. ഏത് ആയത്തിനും മുത്തവല്ലി ഷാറാവി തങ്ങൾ കൊടുക്കുന്ന ഒരു അർത്ഥം കണ്ട് നോക്കിയാൽ ആ ആയത്ത് ഇന്നത്തെ കാലഘട്ടത്തോട് അള്ളാഹു പറയുന്ന പോലെ നമുക്ക് തോന്നും. അത്രയും മനോഹരമായ കാഴ്ചപ്പാടുകളുള്ള വലിയ ആര്യമായിരുന്നു മഹാനായ മുത്തവല്ലി ഷാറാവി റഹ്മഹുല്ലാ. അപ്പോ ബഹുമാനപ്പെട്ടവരങ്ങനെയാണ് വളരെ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ. കാരണം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരുമോ എന്ന പേടിയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മുത്രപ്പുര ക്ലീനാക്കാൻ വേണ്ടി കയറി ചെന്നത്. സുബ്ഹാനല്ലാഹ്. അവരെപ്പോഴും ദുആ ചെയ്യും. അല്ലാഹുമ്മ, ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോഴേ നല്ലൊരു ദുആയാണ്. അല്ലാഹുമ്മ ലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ വജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ വഗ്ഫിർ ലനാ മാ ലാ യഅലമൂൻ. അങ്ങനെയാണ് ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ അല്ലാഹുമ്മ ജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ അല്ലാഹുമ്മ ലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ. പടച്ചവനെ, ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അല്ലാഹുവേ ഞങ്ങളെ ഫിത്നയിലാക്കല്ലേ റബ്ബേ, എന്നെ പരീക്ഷിക്കല്ലേ. ജനങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഖൽബിലേക്ക് വന്നു പോകല്ലേ പടച്ചവനെ. വജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ. ജനങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നുണ്ടോ അതിനേക്കാളും ഖൈറായ അവസ്ഥയിലേക്ക് എന്നെ ആക്കിത്തരേണമേ. വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ. ജനങ്ങൾ അറിയാത്ത എന്റെ ഒരുപാട് തെറ്റ് നിനക്കറിയാം, അതൊക്കെ നീ എനിക്ക് പുറത്തുതാ റബ്ബേ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വലിയൊരു ദുആയാണ്. അല്ലാഹുമ്മ ലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ വജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ വഗ്ഫിർ ലനാ മാ ലാ യഅലമൂൻ. അങ്ങനെ മസാക്കീന്റെ കൂടെ, താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ചിന്തിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നത്, അത് ഈ അഹങ്കാരം, ഇഅ്ജാബ് എന്ന് പറഞ്ഞ ഫിത്നത്തുൽ മാലിന്റെ വിഷയത്തിൽ അല്ലാഹു ചർച്ച ചെയ്ത ആ ഒരു ഫിത്ന മനുഷ്യന്റെ തോന്നൽ ഇല്ലാതെയാവാൻ അനിവാര്യമാണ്. നാലാമത്തേത് അന്നദറു ഇലാ മൻ ഹും ഫൗഖക ഇൽമൻ വമൻസിലതൻ വഅമലൻ വറഅയൻ വതഫ്കീറ. നമ്മളെക്കാളും ഇൽമും മഹത്വവും സ്ഥാനവുമുള്ള ആളുകളെ നമ്മൾ കാണണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഞാനാണ് ഏറ്റവും വലുത് എന്ന തോന്നലില്ലാതിരിക്കുള്ളൂ. ഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാവരെക്കാളും അവരെക്കാളും കൂടുതൽ അറിയുന്ന ഒരാൾ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. ഏത് വിഷയവും അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഒരു വിഷയത്തിൽ അവസാന വാക്കല്ല. ഏത് വിഷയത്തിലും ഒരാൾക്കറിയുന്നതിനേക്കാളും ഒരൽപ്പം കൂടുതൽ അറിയുന്ന ഒരാൾ. അല്ലമഹു ശദീദുൽ ഖുവ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ മുഅല്ലിമുണ്ട്, നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുണ്ട്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ നമ്മളെക്കാളും ഇൽമുള്ള ആളുകൾ, അവരിലേക്ക് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് നമ്മെ സംബന്ധിച്ച് നമ്മൾ ചെറുതാണ് എന്ന് തോന്നൽ വരും. അഞ്ചാമത്തേത് തഅമ്മൽ ഉയൂബൻ നഫ്സ്. ഒരു മനുഷ്യന്റെ സ്വയം ആത്മവിചാരണയ്ക്ക് വിധേയമാക്കുക. ഒരാളുടെ കുറ്റവും കുറവും എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറാവുക. അള്ളാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മുടെ ആലിമീങ്ങളിൽ, സമസ്തയുടെ പ്രഗത്ഭരായ ആലിമീങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ CH ഹൈദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ദാറുൽ പ്രസിഡന്റായിരുന്നു. ഉസ്താദിന്റെ ദുആയിൽ എപ്പോഴും ഉണ്ടാവും അല്ലാഹുമ്മ ബസ്സിർനാ ബിഉയൂബി അൻഫുസിനാ, അല്ലാഹുമ്മ ബസ്സിർനാ ബിഉയൂബി അൻഫുസിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുറ്റവും കുറവും എന്താണെന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം പടച്ചവനെ, വേറെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു തരും മുമ്പ്. ഞങ്ങളുടെ കുഴപ്പം എന്താണ്? കുഴപ്പങ്ങൾ നമ്മൾ തിരുത്തണം. ജനങ്ങൾ പറയുന്നതൊക്കെ തിരുത്താൻ പറ്റില്ല. നമ്മുടെ കുഴപ്പം എന്താണ്? ഐബാണോ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ നമ്മൾ തിരുത്തണം. അത് സ്വയം കാണാനും അറിയാനുമുള്ള ഒരു അവസരമുണ്ടാകുന്നത് അള്ളാഹു തരുന്ന തൗഫീഖാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വയം ആത്മവിചാരണ ചെയ്യണം. ഒരു മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. ഫഇൻ ഖഫിയത അലൽ മർഇ ഉയൂബുഹു. ഒരാൾ പറയും എനിക്കൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ എനിക്കൊരു കുഴപ്പം ഞാൻ കാണില്ലല്ലോ. അങ്ങനെ ഇല്ല ലോകത്തൊരാൾ. മഅസൂമായി നബി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാളില്ല. فإن خفيت على المرء عيوبه حتى ظن أن لا عيب فيه. ഒരു മനുഷ്യന് സ്വന്തം കുറ്റം കുറവ് എന്താണെന്ന് ഒരു ആണിനോ പെണ്ണിനോ മനസ്സിലാവണില്ല, എന്നിട്ട് തോന്നുകയാണ് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫൽയഅലം അന്ന മുസീബതഹു ഇലൽ അബദ്. ലോകാവസാനം വരെ ഇവന്റെ മുസീബത്ത് തീരൂല എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹസ്ം തങ്ങൾ പറയാൻ. പിന്നെ ഇയാളുടെ മുസീബത്ത് തീരൂല. അത് ഏറ്റവും വലിയ മുസീബത്താണ്, ഒരു മനുഷ്യന് കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആറാമത്തേത് ഇജ്ലിസ് ഹൈസു യൻതഹി ബികൽ മജ്ലിസ്.
ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ എവിടെയാണോ സദസ്സ് അവസാനിക്കുന്നത് അവിടെ പോയിരിക്കുക. അപ്പൊ ജുമുഅക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവസാനം വരെ ഒന്നാമത്തെ സഫിലേക്ക് അങ്ങനെ തോളിലൂടെ ചവിട്ടി കയറിയിട്ട് സലാം വെട്ടിയ അപ്പഴന്നെ എണീറ്റ് പോരും ചെയ്യും. പിന്നെ ആദ്യം വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ ആദ്യം വന്നിട്ട് ഒന്നാം സഫിലിരിക്കുക. അപ്പൊ ഒരു മജ്ലിസ് എപ്പോഴും ഹൈഫു യൻതഹി ബിഹിൽ മജ്ലിസ്, ഒരു സദസ്സുണ്ടായിരിക്കെ ആ സദസ്സിൽ നമുക്ക് ചെന്ന് കയറുന്നിടത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ആയിരിക്കേണ്ടത്. കുറച്ചപ്പുറത്തുണ്ടോ അപ്പുറത്ത് കയറിയിരിക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഫ്രണ്ടിലുള്ള സീറ്റുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യമാണ്. അത് ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ലികസ്രി നഖ്വത്തിൻ നഫ്സി വഉജ്ബിഹ, ഒരു ശരീരത്തിന്റെ ഉജ്ബും ശരീരത്തിന്റെ താൻപോരിമയും തോന്നലൊക്കെ ഇല്ലാതെയാവാൻ എവിടെയാണോ ഒരു ഒഴിവിട്ട് അവിടെ പോയിരിക്കാം. അങ്ങനെയാണ് ഒരു സദസ്സിൽ, അങ്ങനെയാണ്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആ ഒരു സ്ഥാനത്തിരിക്കണം എന്ന തോന്നൽ ഒരു മനുഷ്യന് വരാൻ പാടുള്ളതല്ല. അത് അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഏഴാമത്തേത് ഇന്ന തഅവീല അലാ റഹ്മത്തില്ലാഹ് ലാ അലൽ അമലി ഫഹസ്ബ്, നമ്മളുടെ അധ്വാനമല്ല അള്ളാഹുവിന്റെ റഹ്മത്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യന് വിചാരിക്കണം. അള്ളാഹു നമുക്ക് തരുന്നത് അള്ളാന്റെ റഹ്മത്താണ്, ഞാൻ അധ്വാനിച്ചതുകൊണ്ട് എന്നല്ല. ഖാറൂൻ എന്ന് പറയുന്ന സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ മുതലാളി, ഐനു ഖാറൂൻ എന്ന് പറയുന്ന ഖാറൂൻ തടാകമുണ്ട് ഈജിപ്തിൽ. അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങൾ മുഴുവനും ഒന്നാകെ അള്ളാഹു മുക്കിത്താഴ്ത്തിയ സ്ഥലം. ഏതായിരുന്നാലും ഖാറൂനിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു എന്ത്, അയാൾക്ക് പൈസ ഇല്ലായിരുന്നു. മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ദുആരക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, മൂസ നബിയെ ഒന്ന് ദുആരക്കണം, എനിക്ക് പൈസയൊന്നും കയ്യിലില്ല. അങ്ങനെ ദുആരന്ന് കൊടുത്തു, വലിയ മുതലാളിയായി. സക്കാത്ത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴയാൾ പറഞ്ഞത് എന്ത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, സക്കാത്തൊന്നും തരാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചു പോവല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്താണിത്. അള്ളാഹു കൊണ്ടുപോകാൻ വിചാരിച്ചാൽ അള്ളാഹു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റഹ്മത്ത്. യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്ത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൻ യുൻജിയ അഹദൻ മിൻകും അമലുഹു, നിങ്ങളിൽ ഒരാളെയും അയാളുടെ അമൽ രക്ഷപ്പെടുത്തുകയില്ല. ഒരാളുടെ കർമ്മം അയാളെ നാളെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിക്കരുത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നാളെ രക്ഷപ്പെടും, അങ്ങനെ ഒരാളും ചിന്തിക്കാൻ പാടുള്ളതല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഖാലു, അവർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങും അങ്ങനെ തന്നെയാണോ? അങ്ങയുടെയും അമലുകളെ കൊണ്ട് അങ്ങക്ക് രക്ഷ കിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞു, വലാ അന, എന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അയ്യതഗമ്മദീനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ കരുണ കൊണ്ട് അല്ലാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിവുള്ളതല്ല. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി. നബി തങ്ങൾ പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ നബിയാണ്, ഖൈറുൽ ഖൽഖാൻ, അഫ്ളലുൽ ബശറാൻ, ഖൈറുമൻ ഖസാ അല സറ, ഈ ഭൂമിയിൽ നടന്നുപോയവരിൽ ഏറ്റവും ഖൈറായവരാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ്, എന്റെ അമല് കൊണ്ടോ എന്റെ കർമ്മം കൊണ്ടോ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ഒരാളും വിചാരിക്കരുത്. ഞാനും അങ്ങനെയല്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അവന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു പൊതിഞ്ഞാലല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിവുള്ളതല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചാണ് ചിന്തിക്കേണ്ടത്. എട്ടാമത്തേത് തഅവീദുൻ നഫ്സി അലാ ഹുബ്ബിൽ ഫിറാറി മിനശ് ശറഫ്, ഒരു മനുഷ്യനും സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടാൻ പാടുള്ളതല്ല. സ്ഥാനമാനങ്ങളിൽ നിന്ന് ഓടി അകലേണ്ട ആളുകളാണ് മനുഷ്യൻ. അങ്ങനെയാണ് നടക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോവരുത്, ആളാവാൻ നടക്കരുത് എന്ന് ചുരുക്കം. പച്ചമലയാളത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. ഞാനാണ് എല്ലാം ആള്, ഞാൻ അത് നിയന്ത്രിക്കണത് ഒന്നും പറയണ്ട. ജയിപ്പിക്കണത് തോൽപ്പിക്കണത് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പാടുള്ളതല്ല. ആരും വിഷമിക്കേണ്ട. ഞാൻ അത്തരം വിഷയങ്ങളെ സൂചിപ്പിക്കറിയാം. പല ആളുകൾക്കും ചിലപ്പോൾ അത് വിഷമം തോന്നുന്നുണ്ടാവാം. ഈ വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത്തരം സ്വഭാവങ്ങൾ കാണും. പൊതുജനങ്ങൾ മനസ്സിലാക്കൂലെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് ദീൻ എന്ന് മനസ്സിലാക്കൂലെ. അതല്ല ദീൻ. അള്ളാഹുവിന്റെ ദീൻ അതിനെതിരാണ്. ഫിറാർ, ഓടണം, എനിക്ക് വേണ്ട എന്ന് ഒരു മനുഷ്യൻ നേതൃത്വം വേണ്ട എന്ന് പറഞ്ഞ് ഓടേണ്ട ആളാണ്. അങ്ങനെ ശറഅ് പറയാം. നിങ്ങൾ ആളാവാൻ നിൽക്കരുത്, ഞാനാണ് അതിന്റെ ആളത് പറയാൻ പാടില്ലാത്തതാണ് മനുഷ്യന്മാരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. വലിയ അപകടമാണ്. നമ്മുടെ എന്താ പറയാ, സോഷ്യൽ അനാർക്കി എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ, സാംസ്കാരികമായ അധപ്പതനം എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഈ സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് അത് പറയേണ്ടത്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്.
അൽ ഹുറൂബ് ഫിറാർ തഅവീദുൻ നഫ്സി അലാ ഹുബ്ബിൽ ഫിറാർ മിന ശറഫ്. സ്ഥാനമാനങ്ങളോ മഹത്വങ്ങളോ വേണ്ട എന്ന് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ശരീരത്തിന് പ്രാക്ടീസ് കൊടുക്കണം. അങ്ങനെയാണ്. ഒരിക്കൽ ഓടി വേണ്ട, അങ്ങനെയല്ല, നിരന്തരം ഞാൻ സ്ഥാനമാനങ്ങൾക്കില്ല. അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഈ അസുഖം ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അസുഖം വരും. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത്രയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുക. ഇതിലെന്ത് നമുക്ക് പാഠം പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് 9ാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല 8ാമത്തേത് തഅവീദുൻ നഫ്സി അലാ ഹുബ്ബിൽ ഫിറാർ. അതിനെ സംബന്ധിച്ചൊരു കാര്യം കൂടെ പറയണം. മഹാനായ അല്ലാമൽ മദാഇനി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുന്നുണ്ട്, റഅയ്തു റജുലൻ മിൻ ബാഹില എന്ന പ്രദേശത്തു നിന്ന് വന്ന ഒരാളെ ഞാൻ കണ്ടു. സഫാ മർവക്കിടയിൽ സഈ ചെയ്യുന്ന സമയത്ത് അയാൾ അദ്ദേഹത്തിന്റെ ഒരു കോവർ കഴുതയുടെ മീതെ അലാ ബഗ്ലത്തിൻ ഫീ ചീഹിൻ വഉജുബിൻ, വലിയ ഒരാളെന്ന ധാരണയിൽ സഫാ മർവന്റെ ഇടയിൽ നടക്കേണ്ട സ്ഥലമാണ് സഈ ചെയ്യുന്ന സ്ഥലം. അവിടെ വാഹനത്തിൽ സഞ്ചരിച്ച ഒരാളെ ഞാൻ കാണുകയുണ്ടായി എന്ന് അല്ലാമൽ മദാഇനി റഹ്മത്തുള്ളാഹി അലൈഹി. കുറെ കാലം കഴിഞ്ഞപ്പോ യാത്ര പോകേണ്ട നേരത്തിന്റെ ഇയാൾ പുറത്ത് ബാഗും വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, മനുഷ്യ, അന്നൊരിക്കൽ സഫാ മർവന്റെ ഇടയിൽ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു നിങ്ങൾക്ക് ഇപ്പന്റെ വാഹനം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, നമ്മുടെ പണ്ഡിതന്മാരെ നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കാൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി, നഅം റകിബ്തു ഹൈസു യംശി നാസ്, ജനങ്ങൾ നടന്നു പോകേണ്ട സ്ഥലത്ത് ഞാനന്ന് വാഹനം കയറി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട സ്ഥലത്ത് അല്ലാഹു എന്നെ നടത്താൻ തീരുമാനിച്ചു. മൻ തവാദഅ ലില്ലാഹി റഫഅഹു, അല്ലാഹുവിന് വിനയം ചെയ്യുന്നവരെയല്ലേ അല്ലാഹു ഉയർത്തി തരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ സഫാ മർവക്കിടയിൽ അഹങ്കരിച്ചില്ലേ, അതുകൊണ്ട് അവിടെ നടക്കേണ്ട സ്ഥലമാണ്, അവിടെ ഞാൻ വാഹനത്തിൽ സഞ്ചരിച്ചു. അതുകൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു എന്നെ നടത്തിക്കുകയാണ് ചെയ്തത്. ഞാനൊരു മേനി കാണിച്ചപ്പോ അള്ളാഹു എന്റെ വാഹനമൊക്കെ കൊണ്ടുപോയി, അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞത് അല്ലാമൽ മദാഇനി റഹ്മത്തുള്ളാഹി അലൈഹി. 9ാമത്തെ കാര്യം അൽ-ഇസ്തിആനതു ബില്ലാഹ്. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക അല്ലേ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الاستعانة بالله واللجوء إلى الله أن يطهرك من هذه الآفات. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ചോദിക്കണം, അള്ളാഹുവേ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഖൽബിലേക്ക് നീ ഇഷ്ടപ്പെടാത്ത സ്വഭാവ ഗുണങ്ങൾ ഒന്നുമേ തരരുതേ പടച്ചവനെ. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇസ്തിആനതു ബില്ലാഹ്, റബ്ബിനോട് ചോദിക്കണം, അല്ലാഹുവേ ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നൽ തരല്ലേ പടച്ചോനെ. സാധാരണക്കാരും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും എല്ലാവർക്കും ഒരേപോലെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ നീ എനിക്ക് കാവൽ തരണേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. ആശിറൻ 10ാമത്തേത് അൽ മുജാഹദ, ശരിക്കും ശരീരത്തോട് കഠിനാധ്വാനം ചെയ്ത് ആ സ്വഭാവം നമ്മൾ ഇല്ലാതെയാക്കണം. കഠിനാധ്വാനം ചെയ്ത് ഇല്ലാതെയാക്കണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ അൻകബൂത്ത്. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹിദായത്തും നന്മയും അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 11ാമത്തേത് ആളുകളുടെ പ്രശംസ കൊണ്ട് നമുക്കൊരു സുഖം തോന്നുകയാണെങ്കിൽ നിന്റെ ശത്രുക്കൾ നിന്നെപ്പറ്റി എന്ത് പറയുന്നുണ്ട് അത് ആലോചിച്ച് എന്ത് ചെയ്യണം, നീ നിന്നെ ഒന്ന് താഴ്ത്തി വെക്കണം. ശത്രുക്കൾ ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹമാകുന്നത് അങ്ങനെയാണ്. കുറെ കൂടുതൽ ആളുകളൊക്കെ പുകഴ്ത്തി പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ഒരു മനുഷ്യന് ഗുണകാംക്ഷ ചെയ്യേണ്ട ആളുകൾ എന്ത് ചെയ്യണം, തെറ്റുകൾ തിരുത്തി കൊടുക്കണമെന്നാണ്. ഇപ്പൊ നേതാവ് ചെയ്യുന്ന എല്ലാം ശരിയാ, ആയിക്കോട്ടെ അത് ശരിയാണ്, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയല്ല, തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ശരിയായ സ്നേഹം. അല്ലാത്തവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടുന്ന ഒരു ലാഭം വരേക്ക് ഒപ്പം നിൽക്കും. പിന്നെ ഇയാൾ പൊളിയാന്ന് കണ്ടാൽ ഇട്ടേ ചോടിക്കളയും. അപ്പൊ ഒരു മനുഷ്യന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഇയാൾ തകരരുത് എന്നുദ്ദേശിക്കുകയാണ്. എന്ത് ചെയ്യണം, സാരോപദേശം കൊടുക്കണം, നല്ല ഉപദേശം കൊടുക്കണം. തിന്മകൾക്ക് സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെയാണ് വേണ്ടത്. അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. ജനങ്ങൾ പ്രശംസിക്കുകയാണെങ്കിൽ ശത്രുക്കൾ എന്തു പറയുന്നുണ്ട് അത് ഓർത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ താഴ്ത്തിവെക്ക്. മേലോട്ട് പൊങ്ങല്ല, താഴ്ത്തിവെക്ക്. ശത്രുക്കൾ എന്തെല്ലാം ശത്രുക്കളുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമ്മൾ ഓരോരുത്തർ എത്രയെല്ലാം കുറ്റങ്ങളുണ്ടാവും.
എത്ര കുറ്റം പറയാനുണ്ടാവും. അതുകൊണ്ട് അതങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ സംഗതി. അതുകൊണ്ട് പൊന്താൻ നിൽക്കണ്ട. ഞാനിപ്പോ ഈ ശത്രുക്കളൻ തന്നെ പറ്റി പറയുന്നുണ്ടോ, ഞാൻ അങ്ങനെയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ശത്രുക്കളിൽ നിന്ന് പാഠം പഠിക്കണം എന്നാണ്. അത് ഈ സ്വഭാവം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു അടയാളമാണ്. 12ാമത്തേത് അവസാനത്തേത് التدبر والنظر في سيرة الرسول صلى الله عليه وسلم والصحابة ومن بعدهم. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും അവർക്ക് ശേഷമുള്ള ആളുകളും എങ്ങനെയാണോ ജീവിച്ചത് അത് നമ്മൾ കണ്ടുപഠിക്കുക. അതിൽ മാതൃകയുണ്ട്, അത് കണ്ടുപഠിക്കണം. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം നന്നാവുന്നത്. സ്വഹാബികൾ എങ്ങനെയായിരുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു, നബിതങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ അസ്ഹാബുകൾ റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അന്നഹു കാന യജ്ലിസു അലൽ അർദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഇരിക്കുന്നവരായിരുന്നു. താഴെ ഇരിക്കുന്ന നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅകുലു അലൽ അർദി, താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അന്ന് ടേബിൾ ഇല്ലാത്തത് കൊണ്ടല്ല, അന്ന് ടേബിൾ ഉണ്ടായിരുന്നു എന്നാണ്. ടേബിൾ ഭക്ഷണം കഴിച്ചിരുന്ന വീടുകൾ അൻസ്വാരികളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത് താഴെ ഇരിക്കാൻ. ടേബിൾ കൊടുത്ത് ഒഴിവാക്കണമെന്നല്ല, എന്ത് ചെയ്യാൻ, മനുഷ്യന് അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നുകയാണ്, എന്തോ തരക്കേടില്ല, താഴെ ഇരിക്കും. ഇന്നമാ അന അബ്ദുൻ ആകുലു കമാ യഅകുലുൽ അബ്ദു, ഞാനൊരു അടിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ആകുലു കമാ യഅകുലുൽ അബ്ദു, ഒരടിമ എങ്ങനെയാണോ പാത്രത്തിൽ കൈവച്ചുകൊണ്ട് താഴെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് എന്ന് പറയാനും കാണിച്ചു കൊടുക്കാനും അങ്ങേയറ്റം വിനയത്തോടുകൂടെ ഹബീബായ തങ്ങൾ താഴെ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഅതഖിലു ശാത, നബിതങ്ങളാണ് എന്ത് ചെയ്യുക, ആടിന്റെ കയറ് പിടിച്ചു കെട്ടുക. നബിതങ്ങളാണ് സ്വല്ലല്ലാഹു, നേതാവല്ലേ, ശ്രദ്ധതങ്ങളല്ലേ. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ ഹമല ബിദാഅതഹു ഫഖദ് ബരിഅ മിനൽ കിബ്ർ, മൻ ഹമല ബിദാഅതഹു ഫഖദ് ബരിഅ മിൻ, അവനവന് പൊക്കാൻ പറ്റുന്ന സാധനം അവനവൻ തന്നെ കൈപിടിച്ച് നടന്നാൽ ഫഖദ് ബരിഅ മിനൽ കിബ്രി, ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ ഖിദ്മത്ത് ചെയ്യാൻ ഒരാളുടെ കൂടെ ആളുകൾ കൂടെ നടക്കാൻ, അവനവന് ചെയ്യാൻ പറ്റുന്നത് സ്വയം ചെയ്യാം. മൻ ഹമല ബിദാഅത, സ്വന്തം ലഗേജ് അവൻ തന്നെ എടുക്കുക, അത് മറ്റൊടുത്ത് വരട്ടെ എന്നിട്ട് ഞാൻ കൈ വീശി നടക്കാം, അങ്ങനെയല്ല. മൻ ഹമല ബിദാഅത, അവനവന്റെ ലഗേജും അവനവന്റെ സാധനവും അവനവൻ തന്നെ എടുത്താൽ ഫഖദ് ബരിഅ മിനൽ കിബ്രി, അഹങ്കാരത്തിൽ നിന്ന് അവർക്ക് മോചനമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സംഭവമാണ്. യുജീബു ദഅവത്തൽ മംലൂക്, അടിമകൾ പോലും ഹബീബിനെ വിളിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകളുടെ അവരുടെ ക്ഷണത്തിന് ഉത്തരം നൽകും. അടിമകൾ വിളിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എന്റെ വീട്ടിലേക്ക് വരണം. അടിമകൾ വിളിച്ചു, തങ്ങളതിന് ഉത്തരം കൊടുക്കും. അത് VIP തന്നെ വിളിക്കും, അങ്ങനെയൊന്നുമില്ല. ആ സാധാരണക്കാർ വിളിച്ചാലും തങ്ങൾക്ക് സൗകര്യപ്പെടുമോ തങ്ങൾ പോയിരിക്കും. വയർകബുൽ ഹിമാറ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുതപ്പുറത്ത് വാഹനം കയറുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിൽ ഒരാൾ വരികയും ഹബീബിനെ കണ്ടപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ടപ്പോ വിറക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കാണ് ഹൗവിൻ അലൈക, നിങ്ങൾ എന്തിനാ, കാം ഡൗൺ, കാം ഡൗൺ, ശാന്തമായിട്ടിരിക്കൂ. അത് കണ്ടപ്പോ വിറച്ചു. വലിയ നേതാവിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെന്നു, അവിടെ ഇരുന്ന് ഇങ്ങനെ വിറക്കാൻ തുടങ്ങൂലേ. ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊക്കെ തോന്നും ചിലപ്പോൾ, ലീവ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വലിയൊരാൾ പാസ്സാക്കി തരണം, വിറക്കണ്ട. തങ്ങൾ പറയാണ് ഹൗവിൻ അലൈക, നിങ്ങൾ ശാന്തമായിരിക്കൂ. എന്തിനാ വിറക്കുന്നത്? ഫഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ കാനത് തഅകുലുൽ ഖദീദ്, ഉണക്ക മാംസവും ഉണക്കറൊട്ടിയും തിന്നിരുന്ന ഖുറൈശി പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ. ഞാനൊരു രാജാവല്ല. എന്തിനാണ് എന്നെ കണ്ടിട്ട് നിങ്ങൾ വിറക്കുന്നത്? അതുകൊണ്ട് കൂൾ ഡൗൺ, കളക്ട് യുവർസെൽഫ്, പേടിക്കണ്ട, എന്ത് ചെയ്യാ, ശാന്തമായിട്ടിരിക്കൂ. ഹൗവിൻ അലൈക്, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. قسم التواضع في الأنام جميعهم فذهبت أنت فقدته بزمامه. താഴ്മ എന്ന സ്വഭാവം അല്ലാഹു മനുഷ്യർക്ക് ഒന്നാകെ വിധിച്ചു കൊടുത്തപ്പോൾ അത് മുഴുവനും തെളിച്ച് നബിയെ അങ്ങ് കൊണ്ടുപോയല്ലോ, എല്ലാം അങ്ങ് കൊണ്ടുപോയി. ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്ത തവാദുഅ, വിനയം അങ്ങെടുത്തു കളഞ്ഞല്ലോ നബിയെ. സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഇൻ കാനത്തിൽ അമതു മിൻ ഇമാഇൽ മദീന ലതഅഖുദു ബിയദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻതലിഖു ബിഹി ഹൈതു ശാഅത്. മദീനയിൽ അടിമപ്പെണ്ണുങ്ങളുണ്ട്. അടിമപ്പെണ്ണുങ്ങൾ
ആരും വില കൊടുക്കില്ലവരെ, കന്നുകാലികളെ പോലെ അവർ കാണാം. അങ്ങനെയായിരുന്നു എന്നാണ്. കാരണം മാലുൻ യുബാഉ വയഷ്തറ, വാങ്ങാനും വിൽക്കാനും പറ്റുന്ന സമ്പത്ത് പോലെയാണ് അടിമകൾ അവർ കണ്ടിരുന്നത്. അങ്ങനത്തെ അടിമ പെണ്ണുങ്ങളൊക്കെ നബിയെ ഇങ്ങോട്ട് വരിൻ, എനിക്കൊരു സാധനം മേടിക്കണം, എന്റെ കൂടെ വരിൻ. തങ്ങൾ കൂടെ പോവും. തങ്ങൾ ചോദിക്കും എന്താ വേണ്ടത്. അന്ന് ഭ്രാന്തുണ്ടായിരുന്നൊരു പെണ്ണ് നബി തങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വിളിച്ചു, തങ്ങളെ വരണം, എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താ വേണ്ടത്? ഫി അയ്യി സികകിൽ മദീനത്തി ശിഅ്തി, ഈ മദീനയിലെ ഏത് ഗല്ലിയിലേക്കാണ്, ഏത് സ്ട്രീറ്റിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഉള്ളത്, ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. എന്ന് പറഞ്ഞു സ്വഹാബികൾ. അവരുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടായിരുന്നു. ആരും കൂടെ പോവില്ല, നബി തങ്ങൾ കൂടെ പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു മുത്ത് റസൂലുള്ളാഹി. നബി തങ്ങളെക്കാളും വലിയ ആളായിട്ട് ആർക്കും ആവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇഖ്തിദാഅൻ ബിർറസൂൽ, അതിനേക്കാളും പോവണ്ട. തങ്ങൾ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടുകാരുടെ ജോലിയിൽ സഹായിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ പറയണ്ട, അതൊന്ന് ശരിക്കും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കിസ്ഥാനെ. വീട്ടുജോലിയിൽ എന്ത് ചെയ്യാ, വീട്ടുകാരെ സഹായിച്ചു കൊടുക്കണം എന്നാണ്. അവർക്ക് കുട്ടികളെ നോക്കണം, കുട്ടികൾക്ക് പാലെടുക്കണം, അല്ലെ കിടത്തി ഉറക്കണം. അതിനിടയ്ക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടാവും, അതിനിടയ്ക്ക് ഒരു ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് കുട്ടികൾക്ക് പോകാൻ സ്കൂൾ ബസ് താഴെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ എല്ലാത്തിന്റെയും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, പാത്രം കഴുകലോ, ഒന്ന് ഉള്ളി അരിഞ്ഞു കൊടുക്കലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉപകാരങ്ങൾ, എന്തെങ്കിലും ഒരു കുഞ്ഞിനെടുത്തിട്ട് കുറച്ചേരാവോ കരയുന്ന നേരത്തൊന്ന് എടുത്തിട്ടൊന്ന് താലോലിക്ക് വീട്ടുകാരെ സഹായിച്ചു കൊടുക്കണം. അത് നബി തങ്ങളുടെ ചര്യയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ശാഖയുണ്ട് എന്നതിനർത്ഥം. അപ്പോഴേ ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, എന്റെ പണി ചെയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ചോദിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വല്ല ഒഴിവുമുണ്ടോ? നിബിതങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ വല്ല സമാധാനവും ഉണ്ടായിരുന്ന യുദ്ധങ്ങളല്ലേ? 10 കൊല്ലം ആ മദീനയിൽ സമാധാനത്തോടെ ജീവിച്ച് നമ്മൾ പറയാറുണ്ട്. 10 കൊല്ലത്തിൽ 40-ലേറെ യുദ്ധങ്ങൾ. എപ്പോഴാ വിശ്രമിക്കാൻ നേരമുണ്ടായത്? അതിനിടയിൽ വീട്ടുകാരെ സഹായിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഹദറത്തിസ് സ്വലാഹ് കഅന്നഹു ലം യഅരിഫനാ വലം നഅരിഫഹു, നിസ്കാരത്തിന്റെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നബിതങ്ങൾ പിന്നെ ഞങ്ങളെ മറക്കും, ഞങ്ങൾ നബിയെയും മറക്കും. ഞങ്ങളെ നബി അറിയാത്ത പോലെ, നബിക്ക് ഞങ്ങളെയും അറിയാത്ത പോലെ നബിതങ്ങൾ ഉടനെ പിന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് വാങ്ക് കൊടുക്കുന്നവരെ ഞങ്ങളോടൊപ്പമാണ്. അള്ളാഹുവിന്റെ വിഷയം വന്നാൽ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് നബിതങ്ങൾ നിസ്കാരത്തിലേക്ക് പോകും. അങ്ങനെയായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. കാന യഖീസു സൗബഹു വയഖ്സിഫു നഅലഹു വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം, വസ്ത്രം നന്നാക്കും, തുന്നിപ്പിടിപ്പിക്കും, ചെരുപ്പ് നന്നാക്കിയെടുക്കും, ഷൂ പോളിഷ് ചെയ്യുക, കാര്യം ചെയ്യും. നബിതങ്ങൾ സ്വയം ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സ്വാഫഹ റജുലു, ഒരാൾ നബിതങ്ങളെ സലാം പറഞ്ഞ് കൈപിടിച്ചാൽ ലം യൻസിഅ യദഹു മിൻ യദിഹി ഹത്താ യകൂന ഹുവല്ലദീ യൻസിഉ യദഹു. നബിതങ്ങൾ മുസാഫഹത്ത് ചെയ്ത് കൈപിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആദ്യം കൈവലിക്കൂല. ആരെയാണോ നബി ചെയ്തത് അദ്ദേഹം കൈവലിക്കണവരെ നബിതങ്ങൾ കൈവലിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു പെട്ടെന്ന് കൈവലിച്ചു പോവാ. സാഹചര്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം. لا يعنف النبي صلى الله عليه وسلم أن يمشي مع الأرملة والمسكين فيقضي له الحاجة. വിധവകളായ പെണ്ണുങ്ങൾക്കും മിസ്കീന്മാരായ ആണുങ്ങൾക്കും ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം സ്വയം ചെയ്തു കൊടുത്തിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളുടെ വീട്ടിലേക്ക് ചെല്ലും. വയുസല്ലിമു അലാ സുബിയാനിഹിം, അവിടുത്തെ കുട്ടികളോട് സലാം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആര് പറയും? റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട്. മസ്അല എങ്ങനെയാ? കുട്ടികൾ ഇങ്ങോട്ടാ പറയേണ്ടത്, പക്ഷെ തങ്ങൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വിനയമായിരുന്നു അത്. വയംസഹു അലാ റൂസിഹിം, അവരുടെ തലയിൽ നബിതങ്ങൾ തടവി കൊടുക്കും. നബിതങ്ങളുടെ പൊരുത്തം കൊടുക്കാൻ, ഹബീബിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നബിതങ്ങൾ അവരുടെ തലയിൽ കൈകൊണ്ട് തടവി കൊടുക്കും. വയഊദു മർളാഹും, അവരുടെ രോഗികളെ നബിതങ്ങൾ സന്ദർശിക്കും. വയഷ്ഹദു ജനായിസഹും, ആരെങ്കിലും മരിച്ചാൽ ആ ജനാസയുടെ കൂടെ പോകും. യജഊനഹു ഇലാ ഖുബ്സിശ് ശഈരി ഫമാ യറുദ്ദുഹും, ബാർലി കൊണ്ടുണ്ടാക്കിയ റൊട്ടിയെ വീട്ടിലുണ്ടാകൂ. ആ ഒരു സദ്യക്ക് വിളിച്ചാൽ തന്നെയും ആ സദ്യക്ക് നബിതങ്ങൾ ഉത്തരം കൊടുക്കും, ഞാൻ വരാം എന്ന് പറയും. വിശിഷ്ടമായ ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ വരൂ. അങ്ങനെയൊന്നുമില്ല, എന്താണെങ്കിലും സാരില്ല,
ഖുബ്സ് ഷഈറിൻ, ബാർലിയുടെ ഒരു റൊട്ടിയുള്ളൂ, ഗോതമ്പിന്റെ അതിനേക്കാൾ മുന്തിയതാണ് അന്ന് അവർ മനസ്സിലാക്കുക. ബാർലിയുടെ റൊട്ടിയുള്ളൂ മതി, എന്നാലും ഞാൻ വരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ശേഷമാണ് സ്വഹാബത്ത് നബി തങ്ങളെ കണ്ടുപിടിച്ചത്. സ്വഹാബികൾ നബി തങ്ങളെ കണ്ടുപിടിച്ചു. നമ്മളെ തങ്ങള് രാജരി തങ്ങളാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇന്ന് നമ്മള് എന്താ പറയാ, വല്ലാത്തൊരു സൗഭാഗ്യത്തിലാണ്. അൽഹംദുലില്ലാഹ്. തങ്ങൾ വരും കയറി കയറണ്ട. മാഷാ അല്ലാഹ്. തങ്ങൾ മുമ്പ് ഇവിടെ നമ്മുടെ ഹിഫ്ദുൽ ഖുർആന്റെ മത്സരത്തിന് വന്നിരുന്നു അല്ലെ? സയ്യിദ് റാജി അലി തങ്ങൾ, നമ്മുടെ അബ്ബാസ് അലി തങ്ങളുടെ മോനാണ്, ഹാഫിളായിട്ടുണ്ട്, SSLC ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയ സന്തോഷം. രാവിലെ നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ റഈസ് ദൗല, നമ്മുടെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഹഫളഹുല്ലാഹ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവുണ്ട് നമ്മുടെ സയ്യിദ് അലി അൽ ഹാഷിമി. അവര് വലിയ പണ്ഡിതനാണ്, ഹാഫിളാണ്, സയ്യിദ് കുടുംബാണ്, തങ്ങളാണ്, വലിയ മഹാനാണ്. അപ്പൊ അവര് ബഹുമാനപ്പെട്ട റാജി അലി തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനും ഓതാനും ലോകത്ത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഇജാസത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, പണ്ഡിതന്മാർ കൈമാറുന്ന. അതൊക്കെ ബഹുമാനപ്പെട്ട അലി അൽ ഹാഷിമി തങ്ങൾ ബഹുമാനപ്പെട്ട റാജി അലി തങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയ അവസ്ഥയിലാണ്. അള്ളാഹു വലിയ ഉയർച്ചയും വലിയ പദവിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബർക്കത്തിന് വേണ്ടി തങ്ങൾ ഒരു 2-3 ആയത്ത് ഇൻഷാ അല്ലാഹ് ഓതുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് കേൾക്കാനും അറിയാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അവർക്കൊക്കെ ഉസ്താദുമാർക്കൊക്കെ ഞാൻ ക്ലാസ് നിർത്തിയിട്ട് ഞാൻ അവരെന്തെങ്കിലും 2 വാക്ക് പറഞ്ഞോട്ടെ എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് സമയമായല്ലോ ഒരു ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ദീർഘമായിട്ട് പറയാം. കുറച്ച് ചരിത്ര സംഭവങ്ങളൊക്കെ വരാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സമയത്തേക്ക് മാറ്റിവെക്കാം എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റാജി അലി തങ്ങൾ അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരൽപ്പം ഖുർആൻ ഓതിയിട്ട്, ബഹുമാനപ്പെട്ട കുട്ടിസന്താരൻ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ഫൈലി ഉസ്താദ് മുഖമുണ്ട്, അവരൊക്കെ ഒരു 2 വാക്ക് നിങ്ങളോട് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയും. അത് ബഹുമാനപ്പെട്ട തങ്ങള് ദുആക്ക് നേതൃത്വം നൽകുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ദുആന്റെ ലിസ്റ്റ് ഉണ്ട്, അത് ബഹുമാനപ്പെട്ട ഉമർ ഹാജി ഒന്ന് വായിക്കും. അത് കഴിഞ്ഞതിന് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ദുആ ഉണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പണക്കാട് സയ്യിദന്മാരുടെ ആ ഒരു മഹത്വവും അവരുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ആ കുടുംബത്തിൽ നിന്നൊരു ആലിമും ഹാഫിളുമായ ഒരു ചെറുപ്പക്കാരനായ സയ്യിദിനെ നമുക്ക് നമ്മുടെ സദസ്സിലേക്ക് കിട്ടുന്നത് വലിയ സൗഭാഗ്യമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഞാനൊരു ഏതോ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടൊരു എന്തോ ഒരു ഡയലോഗ് വിടുന്നുണ്ട്. പെങ്ങന്മാരെന്ന് പറഞ്ഞ സംഗതി ലോകത്തില്ല എന്നും, നമ്മളെ പെങ്ങന്മാരെ കെട്ടിച്ചെടുത്താൽ പിന്നെ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരുടെ തറവാടല്ലേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ നബിയുടെ കുടുംബമാവുക, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മലപ്പുറം ജില്ലയിലെ ഭാഷ ഞാൻ നാട്ടുകാരനായതുകൊണ്ട് അറിയാൻ പറ്റും, എനിക്ക് മനസ്സിലായി. സൗദി അറേബ്യ പോയിട്ട് ഏതോ വലിയ കിതാബൊക്കെ ഊതിയ പോലെയാണ്. സൗദിയിൽ അതില്ലല്ലോ, സൗദിയിലുള്ളതാണ് ദീനി എന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത് കൊണ്ട് ആണ് എന്ന് ഞാൻ പറയല്ല, അയാൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട്. ഞാനത് ചെറിയ തിരുത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി, അത് കേട്ട് വല്ലൊരു വസ്വാസായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും. കാരണം നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും തറവാട് നിശ്ചയിക്കുമ്പോൾ നമ്മൾ പറയും ആൺകുട്ടികളാണ് വാപ്പയുടെ തറവാടിലൂടെ പോവുക, പെൺകുട്ടികൾ എന്ത് ചെയ്യുക, അവരെ കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവാരോ ആ ഭർത്താവിന്റെ തറവാട് മക്കൾക്ക്. ഇത് നമുക്ക് അങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ ആ ക്ലിപ്പിൽ ഇത് പറയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കിച്ചൻ അതാണ്. ഈ റൂമിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഈ വാട്സപ്പ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തിന് വസ്വാസം ഉണ്ടാവും. അവനത് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ക്ലിപ്പാക്കിയിട്ട് അങ്ങ് വിട്ടേക്കും. അപ്പൊ പഠിച്ച മനുഷ്യന്മാരെ വസ്വാസം റഹ്മാനായ റബ്ബേ. എന്നിട്ട് അയാൾ പറയാണ് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ, എന്ത് പാണക്കാട് തങ്ങന്മാർക്ക് എന്താണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് ചോദിക്കുന്നുണ്ട്. സാധു വിഷമം തോന്നാണ്, ഇങ്ങനെ അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം.
അറിയാത്തത് കൊണ്ടാണ്. വിവരം ഇങ്ങനെ പറയില്ല. കാരണം പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതപ്പിന്റെ ഉള്ളിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടൊരു പറഞ്ഞ വാക്കുണ്ട്, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുതഹിറകും ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ വയുതഹിറകും ഇന്നമാ യുരീദുല്ലാഹു അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, നിങ്ങളെ ശുദ്ധിയാക്കാനും നിങ്ങൾക്ക് പരിശുദ്ധി നൽകാനുമാണ് അല്ലാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞ ആയത്തിന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഹദീസ് അവിടെ പറയും. ഇതൊന്നും അറിയാത്തവരാരുമില്ല. ഈ സാധു ഇങ്ങനെ പറഞ്ഞിട്ട് പോയി എനിക്ക് ഒരാൾ ഇങ്ങനെ യാത്രയിൽ കേൾപ്പിച്ചെന്ന് ഇങ്ങനെ സംഭവമുണ്ട്. സുബ്ഹാനല്ലാഹ്. അഹ്ലുബൈത്ത് ഇല്ല എന്നാ കുട്ടി മനസ്സിലാക്കിയത് ചെറുപ്പക്കാരൻ. അഹ്ലുബൈത്ത് സംഗതി ഇല്ല, അതുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ വേണ്ടയാണ്. സൗദി അറേബ്യയിലെ അഹ്ലുബൈത്തുകളുണ്ട്, മക്കയിലുണ്ട്, മദീനയിലുണ്ട്, റിയാദിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഉർദുൻ ജോർദാനിന്റെ ഗവൺമെന്റ് തന്നെ എന്താണ് അഹ്ലുബൈത്തിന്റെ കുടുംബമാണ്. അൽ മംലകത്തുൽ ഉർദുനിയ്യത്തുൽ ഹാഷിമിയ്യ. നമ്മുടെ റഈസുദ്ദൗലയുടെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഹഫളഹുല്ലാഹ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ്, അവരുടെ മതകാര്യ ഉപദേഷ്ടാവ് ഇജാസത്ത് കൊടുത്തു എന്ന് പറഞ്ഞ ഷെയ്ഖ് അലിയുൽ ഹാഷിമി സയ്യിദാൻ, തങ്ങളാണ്. യമനികൾ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഇന്തോനേഷ്യയിൽ സയ്യിദന്മാരുണ്ട്, നമ്മുടെ മലബാറിലുണ്ട്. അവരൊക്കെ യമനിൽ നിന്ന് വന്നവരാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, ഈമാൻ യമനികളുടെ ഈമാനാണ്, ഇൽമ് യമനികളുടെ ഇൽമാണ് എന്നൊക്കെ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ്. മഹാനായ ശംസുൽ ഉലമയുടെ തറവാട് പോലും യമനുമായി ബന്ധമുണ്ട്. അപ്പോ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പ പൂക്കോയ തങ്ങൾ, അവരുടെ ഉപ്പാപ്പന്മാരുടെ നോക്കിയാൽ അവർ യമനിൽ നിന്ന് കടന്നു വന്നവരാണ്. ഇരിക്കട്ടെ. അപ്പൊ ആ ഒരു ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോ ഉലമാ ഈ ഹദീസ് കൊണ്ടുവരും. അവിടെ നബി തങ്ങളൊരു പുതപ്പിൽ മൂടിയിട്ട് പറഞ്ഞു, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്. അതിന് ഉലമാ കൊടുത്ത വ്യാഖ്യാനം നബി തങ്ങളുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടെ ഹുക്മാണ്. നമ്മുടെ പെൺമക്കളെ പോലെയല്ല, നമ്മുടെ പെങ്ങന്മാരെ പോലെയല്ല. ആ ചെറുപ്പക്കാരൻ പറയേണ്ടതിലങ്ങനെ നമ്മളെ പെങ്ങന്മാരെ കെട്ടിച്ചുകൊടുത്താൽ അങ്ങനെയല്ല എങ്ങനെയല്ല. നിന്റെ പെങ്ങളുടെ സ്ഥാനത്തല്ല അഷ്റഫുൽ ഖൽക്കിന്റെ പെൺകുട്ടി എന്ന വിവരം നിനക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഉലമാ പറയാം, നമ്മുടെ പെൺകുട്ടികളെ പോലെയല്ല നബി തങ്ങളുടെ പെൺകുട്ടികൾ. ആൺകുട്ടികളുടെ സ്ഥാനമെന്തോ അത് തന്നെയാണ്. എന്റെ ഈ മോള് എന്റെ അഹ്ലു ബൈത്താണെന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇങ്ങനെ അതില്ല എന്ന് പറയാം. അവരുടെ പരമ്പരയിൽ വരുന്ന മക്കൾ ഖിയാമത്ത് നാൾ വരെ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലേ? ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരുമ്പോ ഇമാം മഹ്ദി തങ്ങൾ ആരാണെന്ന് വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ള ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിലും മറ്റുമുള്ള ഒരുപാട് ഹദീസുകൾ. എന്താ പറഞ്ഞത്? അൽ മഹ്ദിയു മിൻ ഇച്റതി മിൻ ഔലാദി ഫാത്തിമ. മഹദി ഇമാം എന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്, എന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്. മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ മക്കളിലൂടെ വരുന്ന ആളാണ്. അപ്പൊ എന്റെ മോള് ഫാത്തിമ എന്റെ കുടുംബമാണ്. ആൺമക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പദവി ഏതോ അത് എന്റെ പെൺമക്കൾ ആൺമക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ കണക്കാക്കണം എന്ന് പഠിപ്പിക്കാനാണ് നബി ഞങ്ങളത് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഖിയാമത്ത് നാൾ വരെ സയ്യിദ് കുടുംബം ഇവിടെ ഉണ്ടാവും. പാണക്കാട് കുടുംബത്തോട് അങ്ങേയറ്റത്തെ ആജന്മ ദേഷ്യം വെച്ച് പുലർത്തുന്ന ഇസ്ലാമിക സംഘടനകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരുടെ ആകെ ലക്ഷ്യം പാണക്കാട് കുടുംബത്തെ അപമാനിക്കലാണ്. അതൊരു അസുഖമാണ്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. അതൊരു അസുഖമാണ്, അത് ബന്ധുകാരില്ല. പാണക്കാട് കുടുംബത്തെ ചീത്ത പറയാൻ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ 28ാമത്തെ ഉപ്പാപ്പയായി നബിതങ്ങളിലേക്ക് ചേരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആ പരമ്പര ഞാൻ പഠിച്ചത് എനിക്ക് അറിയുന്നതാണ്. ഒരുപാട് സയ്യിദ് കബീലമാർ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ലട്ടോ. അവരൊക്കെ തങ്ങളിലേക്ക് എത്തുന്ന കബീലകളാണ്. പക്ഷെ തങ്ങളുടേത് ഞാൻ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിൽസില ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്നതാണ്. തറക്തു ഫീക്കും അംറൈൻ, എന്റെ കാലശേഷം 2 കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിട്ടുതരുന്നത്. 2 ഹദീസുണ്ട്. ഒന്ന് കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലി, നമുക്കൊക്കെ അറിയാം അള്ളാന്റെ കിതാബും നബിതങ്ങളുടെ സുന്നത്തും. പക്ഷേ ഹജ്ജത്തുൽ വിദാഇൽ നബിതങ്ങൾ മടങ്ങി മദീനയിലേക്ക് വരുമ്പോ വഴിയിൽ വെച്ച് നബിതങ്ങൾ ഗദീർ ഖമ്മിൽ വെച്ച് നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. കിതാബ് അല്ലാഹി വഇശ്റതി, അല്ലാഹുവിന്റെ കിതാബും എന്റെ കുടുംബവും ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ കൂടെ വേണം. കിതാബ് അല്ലാഹി വ അഹ്ലി ബൈത്തി, അല്ലാഹുവിന്റെ ഖുർആനും എന്റെ കുടുംബവും ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഖിയാമത്ത് നാൾ വരെ ഹബീബിന്റെ കുടുംബം ഇവിടെ ഉണ്ടാവും തന്നെയാണ്. പിന്നെ എങ്ങനെ ഈ ചെറുപ്പക്കാരോട് ഇല്ല എന്ന് പറയാം? സൗദി അറേബ്യ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും മനുഷ്യന്മാരെ വസ്വാസാക്കുക. അപ്പൊ നബി തങ്ങളുടെ കുടുംബത്തിലൂടെയാ മഹദി ഇമാം വരേണ്ടത്. മഹദി ഇമാം വരണമെങ്കിൽ നബിയുടെ കുടുംബം ഇവിടെ വേണ്ടേ?
ഇതൊന്നും അറിയാതെ ഈ സാധാരണക്കാർ ദയവ് ചെയ്തിട്ട് ദീനിന്റെ വിഷയങ്ങൾ പറയല്ലേ. നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിംഗോ നിങ്ങളുടെ മെഡിസിനോ നിങ്ങളുടെ ബി ഫാമിന്റെയോ എം ഫാമിന്റെയോ ആ വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ. ഇന്ന് കുക്കിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞോളി. ഇൽമിന്റെ വിഷയം അത് പഠിച്ചിട്ടില്ലാത്തവർ പറഞ്ഞു പോകരുത്. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. എത്ര തെറ്റിദ്ധാരണ വരും. അയാൾ വെല്ലുവിളിക്കുന്നുണ്ട് ചില ആൾക്കാർ. നിങ്ങൾ ഇറങ്ങി പറഞ്ഞു തരുന്നൊക്കെ എന്നെ അങ്ങനെ കിട്ടണ്ട, എന്നല്ലേ പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോ തെറ്റിദ്ധാരണ വരരുത്. അഹ്ലുൽ ബൈത്തിന്റെ കൂടെ നിൽക്കണം നമ്മൾ. അഹ്ലുൽ ബൈത്തിന്റെ തണലിൽ അള്ളാഹുവിന്റെ വിജയം ഉണ്ടാവും. അവരെ ധിക്കരിച്ചവരാരും വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിന്റെ കൂടെ നിന്ന് ഉലമാഇന്റെ കൂടെ നിന്ന് രണ്ടും ഒരുമിച്ച് ഉലമാഇന്റെയും അഹ്ലുൽ ബൈത്തിന്റെയും കൂടെയാണ് ഈ ഉമ്മത്തിന്റെ വിജയം. അല്ലാഹു തആല വിജയം നമുക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന്റെ തലമുറകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു അത്തരം ആ ഒരു കുടുംബത്തിലെ മഹാനായ ബാഖലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ ഉസ്താദുമാർ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീഅത്തുൽ ഉലമക്ക് ഒരുപാട് കാലം പ്രവർത്തിച്ച് പരിചയമുള്ള, ഇന്നും ആ പ്രവർത്തന ഗോതയിൽ തന്നെയുള്ള വലിയൊരു ദീനി സ്ഥാപനത്തിന് നമ്മുടെ മുക്കത്തല്ല ഉസ്താദെ സ്ഥാപനം, മുക്കത്ത് ദാറുൽ സ്വലാഹ് ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥാപനം, നമ്മുടെ വഫിയ കോഴ്സ് പോലെ തന്നെ വലിയ ദീനി വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നൽകുന്ന വലിയ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനം വിജയിപ്പിച്ചു തരട്ടെ. കോഴിക്കോട് ജില്ലയുടെ കിഴക്ക് മലയോര മേഖലയായ തിരുവമ്പാടി, കൂടരഞ്ഞി, മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലെ മുസ്ലിം കൂട്ടായ്മ 1999 ഉണ്ടാക്കിയ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈലി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മുജമ്മഅ ദാറുസ് സ്വലാഹ് അൽ ഇസ്ലാമി, ദാറുസ് സ്വലാഹ് ഇസ്ലാമിക് അക്കാദമി എന്നതിനർത്ഥം കൊടുക്കാം. യൂണിവേഴ്സിറ്റി ഡിഗ്രിയും മുസവ്വൽ നമ്മുടെ ഫൈലി ഉസ്താദുമാരൊക്കെ മുഖ്തസർ കഴിഞ്ഞ് മുസവ്വലിൽ പഠിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഫൈലി, ദാരിമി, ഹുദവി, ബാഖവി എന്നൊക്കെ പറഞ്ഞ എല്ലാ ഡിഗ്രികളും കൊടുക്കുന്ന മുസവ്വൽ ഡിഗ്രി കഴിയുമ്പോഴാണ്. അപ്പോ അതും SSLC കഴിഞ്ഞവരെ ചേർത്ത് ഇസ്ലാമിക ബിരുദം നൽകുന്ന അറബി കോളേജുണ്ട്, ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്, ശരിയ കോളേജുണ്ട്, LKG മുതൽ തുടങ്ങുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഇതൊക്കെ നടന്നു വരുന്ന വലിയൊരു സ്ഥാപനം ബഹുമാനപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാറുസ് സ്വലാഹ് ഇസ്ലാമിക് അക്കാദമി, കാരമൂല എന്ന സ്ഥലത്തിന്റെ പേരില് ഇൻഷാ അല്ലാഹ്. അപ്പോ അതിന്റെ അടുത്തൊരു എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ അതിനുവേണ്ടി കച്ചവടം ചെയ്തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ വലിയൊരു ബാധ്യത അവിടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് ബാധ്യത പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും ഒരു ക്ഷീണമൊക്കെ വകവെച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. 1,52,00,000 അതിന്റെ ബാധ്യതയായിട്ട് നിൽക്കുന്നത്. അപ്പോ വലിയ മലയോര പ്രദേശം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ദീനിനൊക്കെ വലിയ ചാലഞ്ചസ് ഉള്ള ഏരിയയാണ്. ക്രിസ്ത്യാനികളുടെയൊക്കെ കടന്നുകയറ്റവും മിഷനറി പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓരോരുത്തരുടെയും ശ്രദ്ധേയത ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ സ്പോൺസർമാരോ അല്ലാത്തവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല അവരുടെ ഈ വിജയം, അവരുടെ വരവ് അല്ലാഹു വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട കുട്ടിയസൻ ദാരിമി അവറുകൾ ജാമിഅ യമാനിയ എന്ന് പറഞ്ഞ മഹാനായ ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിന്റെ താഴത്തേക്കാണ് പോയിട്ട് കുറ്റിക്കാട്ടൂർ ജാമിഅ യമാനിയ, അവിടെ അതിന്റെ യമാനിയന്റെ 10ാം വാർഷികമൊക്കെ കഴിഞ്ഞത് 16ാം വാർഷികം അവിടെ കഴിഞ്ഞിരുന്നു. അവിടെ അത് പറയാൻ വേണ്ടി പോയിരുന്നു. ഒക്കെ ഓർമ്മയുടെ സ്ഥാപനം പോയി കണ്ടതാണ്. തുവക്കുന്ന് അതിന്റെ സ്ഥാപനം, അതിന്റെ ഒരു സഹസ്ഥാപനം ജാമിഅ യമാനിയ പാറക്കടവടത്ത് തുവക്കുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇപ്പോഴും മഹാനായ ശംസുൽ ഉലമയുടെ ആ ഒരു പന്ഥാവിലൂടെ തന്നെ കടന്നുവന്ന് ഇപ്പോഴും പ്രവർത്തന ഗോധയിൽ കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കുട്ടിയസൻ ദാരിമി അവറുകൾ അല്ലാഹു അവർ രണ്ടുപേരുടെയും എല്ലാവിധ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യാണ് ബഹുമാനപ്പെട്ട റാജി തങ്ങളെ നിങ്ങളുമായി പരിചയപ്പെടാനും നമുക്കൊരു ബറക്കത്തിനും ഒരൽപ്പം ഖുർആൻ ഓതി ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. അവരെല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചത് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ നാട്ടിലെ അവർക്കൊക്കെ കുടുംബങ്ങളും നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ മക്കളും കുടുംബവും ഭാര്യയും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കുറെ മക്കളുടെ സംരക്ഷണവും പഠനവും താമസവും ഒക്കെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതിപ്പോ അള്ളാഹുവിന്റെ ഒരു വലിയ പ്ലാനാണെന്ന്. അള്ളാഹുവിന്റെ ദീനെ നിലനിർത്തും എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ മനസ്സിൽ അള്ളാഹു ഈ ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് നമ്മൾ എന്തിനാ ഈ തലവേദനയിട്ട് നടക്കണം, മനുഷ്യന്മാരോട് ചെന്ന് ചോദിക്കണം, നമ്മളതിനെ യാത്ര ചെയ്യണം, നമുക്ക് വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചാൽ ലോകത്ത് വല്ല ദീനി പ്രവർത്തനം നടക്കുമോ? അപ്പൊ അള്ളാഹുവിന്റെ മനസ്സ് തോന്നിപ്പിക്കുക. നമ്മൾ എന്തെങ്കിലും അതിനെ ശരിക്കും അവരെ ബാക്ക് ചെയ്യണം, നമ്മളത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ വലിയ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ വായിച്ചു, നമ്മളെല്ലാവരും വായിച്ചു കേൾപ്പിക്കാൻ
സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, അവരാരും വിഷമിക്കരുത്. ഇപ്പൊ നമ്മുടെ സദസ്സിൽ നിന്നൊരു സുഹൃത്തിന്റെ ബന്ധു ആരൊക്കെ മരിച്ചിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പേരുണ്ടായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട സഹോദരൻ അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. കോഴിക്കാട്ടിൽ മുഹമ്മദ് ഹാജി കൈപ്പുറം അല്പസമയം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. പിന്നെ മക്കള്, കുടുംബത്തിന് വേണ്ടി വീട്, ഒരുത്തര സ്ഥലം, മറ്റു കാര്യങ്ങൾ, കച്ചവടം, ജോലി സംബന്ധമായ ബുദ്ധിമുട്ട്, വിസ സംബന്ധമായത്, കടബാധ്യത, സഹോദരിമാരുടെ പ്രസവങ്ങൾക്ക്, ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സഫലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ 2 സുഹൃത്തുക്കളാണ് ഇവിടെ പായസം വിതരണം ചെയ്തതെന്ന്. നമ്മുടെ സുഹൃത്ത് അഷ്റഫ്, അവരുടെ ഉപ്പ മരണപ്പെട്ട ആണ്ടാണ്. പിന്നെ നമ്മുടെ സുഹൃത്ത് സൗദിയിൽ നിന്ന് ഏറ്റിരുന്നല്ലോ, അപ്പൊ അവരുടെ വകയാണ്. ഒരു സഹോദരി 100 ദിർഹം ഇവിടെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, ഈ പായസത്തിലേക്ക് ചേർക്കാനാന്ന് പറഞ്ഞിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആഴ്ച ഇപ്പൊ ആരാ പറഞ്ഞ? അടുത്ത ആഴ്ച അടുത്തതാണ് ഇൻഷാ അല്ലാഹ്. അഷ്റഫിന്റെയും ഒരു സുഹൃത്തിന്റെയും വകയാണ് അടുത്ത ആഴ്ചത്തേത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖബൂലാക്കട്ടെ. അവരുടെ മരിച്ചുപോയ കുടുംബത്തിൽ മരിച്ചുപോയവർ, അവരുടെ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ മുഹമ്മദ് ജിന്റെ ഉപ്പ, എനിക്ക് വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ഒരു വാപ്പയാണ് മുഹമ്മദ് ജിന്റെ ഉപ്പ. അവര് മരിച്ച് ആണ്ടുകൂടിയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്ത ഒരു സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. കുട്ടികളില്ലാതെ ദമ്പതിമാർ, നമ്മൾ ദാറുൽ ഹുദയിലേക്ക് ഒരു പഞ്ചസാര നേർച്ചയാക്കി കൊടുക്കാന്നുള്ള കാര്യം പറയാറുണ്ട്. പണ്ടേ ഹൈദർസ് ഉസ്താദെല്ലാം അന്ന് തന്നെ ചെയ്യുന്ന കാര്യമാണ്. ആ ഉസ്താദ് അന്ന് അങ്ങനെ പറയാം, ഇത് വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു പഞ്ചസാര ദാറുൽക്ക് സ്വതക്കാക്കി കൊടുത്തേക്കണം, നിയത്ത് ചെയ്തേക്കെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മുടെ ദമ്പതിമാരങ്ങനെ ഒരു നിയത്ത് ചെയ്തിരുന്നു. ദാറുൽ പോയി കൊടുത്തു. അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതുപോലെ വിഷമിക്കുന്ന വേറെയും ദമ്പതിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് ഇവിടെ നടന്നിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ ഇസ്ലാം സെന്ററിൽ ഇന്ന് നടന്നു അല്ലെ. അപ്പോ ഈ കെമിസ്ട്രി ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞ്, സ്നേഹത്തിന്റെ രസതന്ത്രം എന്നൊക്കെ പറഞ്ഞ്, നമ്മുടെ അർഷിദ് വാക്കവി ഉസ്താദ് ക്ലാസ് ഇന്ന് ഇവിടെ വന്ന കുട്ടികളാണ്. അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ, പെൺകുട്ടികൾ, അവരുടെ ഒരുപാട് സുഹൃത്തുക്കളായ പെൺകുട്ടികൾ ഇതിൽ വരേണ്ടവരാണ്. അവർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്കൊരു ക്ലാസ് വേറൊന്ന് വേണമെന്ന് അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് 7 മണിക്ക്, രാത്രി മഗ്‌രിബിന് 7 മണിക്ക് ഇവിടെ മെത്തഡോളജി ആൻഡ് മെമ്മറി ടിപ്സ്, കെമിസ്ട്രി ഓഫ് ലവ് എന്ന വിഷയത്തിലൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ് നടക്കുകയാണ്. അത് ക്ലാസിന്റെ ഒരു അറ്റൻഡീസ് നമ്മൾ ഉദ്ദേശിച്ച വലിയൊരു ക്രൗഡ് ആയിരുന്നില്ലെങ്കിലും വന്ന കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അവർ ക്ലാസ് കഴിഞ്ഞിട്ടും പോകാൻ ഇഷ്ടപ്പെട്ടില്ല, അവിടെ തന്നെ ഇരുന്ന് വീണ്ടും കാര്യങ്ങൾ ചോദിച്ചും പഠിച്ചും ഇരിക്കുകയായിരുന്നു. അത്രയും നല്ല ഇഫക്റ്റീവായ ക്ലാസ് ആയിരുന്നു. അപ്പൊ ടീനേജേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇനി ചൊവ്വാഴ്ച കൂടെ ഒരു അവസരം കൂടെ ഉണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവന്ന് മക്കളൊക്കെ +2 ടെസ്റ്റിനുള്ള കുട്ടികളാണെങ്കിൽ കൊണ്ടുവരിക. അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. അബുദാബി സുന്നി സെന്റർ SKSFന്റെ വകയായിട്ട് റമദാൻ മുന്നൊരുക്കം എന്നൊരു പരിപാടി ഇവിടെ വ്യാഴാഴ്ച രാത്രി നടക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളിയാഴ്ചയും നടക്കുന്നുണ്ട്. അബുദാബി, കാസർഗോഡ് ജില്ലാ KMCC രണ്ടിലും പ്രഭാഷകനായ ഇബ്രാഹിം ഖലീൽ ഹുദവിയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇസ്ലാം സെന്ററിന്റെ ഉംറ റമദാനിലൊക്കെ പോകുന്നുണ്ട്. ഉംറക്ക് പോകുന്നവർ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്ക നമ്മൾ അവർക്ക് ഒരു വസിയത്ത് ചെയ്യാണ്. അള്ളാഹു നൽകട്ടെ. ദ്വാരക്കാൻ വേണ്ടി അപേക്ഷിച്ചതൊക്കെ ഒറ്റതിൽ വായിച്ചിട്ടുണ്ട്. ഒരു അനുജന്റെ മദ്യപാനം നിർത്താൻ വേണ്ടി ഒരുപാട് മരുന്ന് കഴിച്ചു, ശരിയാവണില്ല, ദ്വാരക്കണമെന്ന് പറയേണ്ട അള്ളാഹു ആ സഹോദരനെ ഈ റമദാനോടുകൂടെ അതിന്റെ മുമ്പ് തന്നെയും ആ ദുശ്ശീലം ഒഴിവാക്കി നല്ല ഒരു മനുഷ്യനായിട്ട് മുഅ്മിനായിട്ട് ജീവിക്കാൻ, ജന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ സുഹൃത്തിന്റെ അനുജൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് സമയം അല്പം വൈകി തുടങ്ങി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദോടുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് നമുക്ക് വേണ്ടി ദുആയിരക്കാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് റമദാനിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ആയിരിക്കും എന്നുകൂടെ അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട തങ്ങളെ ദുആയിരക്കാൻ വേണ്ടി